കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി കോതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. KPSCയുടെ ഒരു നാടകം പാടും. അപ്പൊ ഞാൻ ചോദിക്കും, ചേട്ടൻ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഒരു പാട്ട് പാടുമോ എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറയും, പൊന്നരിവാൾ അമ്പിളിയിലെ കണ്ണെറിയും നോളെ, ആ മരത്തിൻ പൂന്തണലില് വാടി നിൽക്കും നോളെ. പാട്ട് മത്സരമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എൻ്റെ മുൻപിലിരിക്കുന്ന ആളുകൾ അവരെൻ്റെ അമ്മമാരാണ്, എൻ്റെ കുടുംബാംഗങ്ങളാണ്. അവര് പറയാണ് MP ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കണം എന്ന് പറയുമ്പോൾ അത് അവർ കേൾക്കാൻ തയ്യാറാകുമ്പോൾ പാടിക്കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. വാക്കുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന ശാസന സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നടക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ കൈകാര്യം ചെയ്യുവാൻ മറ്റ് MP-മാരും അവിടുത്തെ മാർഷൽ ഉൾപ്പെടുന്ന അവിടുത്തെ സെക്യൂരിറ്റി ടീമും കയ്യേറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയായി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതിലൊരു MP-ക്കെതിരെ ഒരു കേസ് രാജസ്ഥാൻ MP-ക്കെതിരെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു MP പിടിച്ചു വെച്ച് കൊടുക്കുകയാണ്. അതേ ഷോൾഡർ, ആ പരിക്ക് പറ്റിയ ഷോൾഡർ ഒരു MP പിടിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഈ പ്ലക്കാർഡ് ഉയർത്തിയ സമയത്ത് ഈ പ്ലക്കാർഡ് തിരിച്ചു പിടിച്ച് അതേ കയ്യിന് മേലെയാണ് പിടിച്ചമർത്തുന്നത്. എന്നിട്ട് മറ്റൊരു സെക്യൂരിറ്റിക്കാരൻ കാലിൽ ഷൂ ഇട്ടിട്ട് ചവിട്ടി നിൽക്കുകയാണ്. പൊന്നു വീളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ കുഞ്ഞാര പാട്ടു നീ പാടിയില്ലേ. ആലത്തൂരിൽ നിന്ന് മത്സരിക്കുന്ന പെങ്ങളൂട്ടി എന്ന് എല്ലാവരും നാമധേയത്തിൽ പറയുന്ന രമ്യ ഹരിദാസ് നമ്മളോട് പങ്കിടുന്നു. നമസ്കാരം. അതായത് പാട്ട് പാടിയിട്ടും ജയിക്കാം എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രമ്യ ഹരിദാസ്. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ ഒരു പാട്ട് പാടി തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം പാട്ട് എന്ന് പറയുന്നതിനൊരു വലിയ ശക്തിയുണ്ട്. അതൊരു ഹൃദയം കൊണ്ട് നമുക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റുന്ന ഒരു മീഡിയമാണ്. പിന്നെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം സാറിനെ പോലെയുള്ള ആളുകളും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ടീമിനുമൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ആരുടെ മനസ്സിലാണെങ്കിലും പാട്ടിനെ ഇഷ്ടമുള്ള ആളുകളുടെ ഒരു മനസ്സ് ഉണ്ടാവും. അപ്പോൾ അത് ആലത്തൂർ പ്രദേശത്തുള്ള ആളുകളും അതിനോടൊപ്പം ചേരുന്നു എന്നുള്ളത് തന്നെയാണ് വിജയിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞതും നാളെ ഇതുവരെ ആലത്തൂരുകാരോടൊപ്പം ചേർന്ന് നിൽക്കാനും സാധിച്ചത്. പിന്നെ വനിതാ ദിനം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം. താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ, തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിങ്കോര പറിച്ചാട്ടെ, തക തക താത്തിനന്തകത്തെയ്താരോ, തകതിനന്തകത്തെയ്താരോ, താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ, തകതിനന്തകത്തെയ്താരോ, തകതിനന്തകത്തെയ്താരോ. അതായത് നമ്മൾ ആലത്തൂർക്ക് വരുമ്പം ഇതൊരു CPM-ന്റെ കോട്ടയാണ്. ആ കോട്ട പൊളിച്ചുകൊണ്ട് ഏത് പാട്ടാണ് ശരിക്കും പാടിയത്? ആ പാട്ടാണ് അങ്ങനെ ഇല്ല. എന്നുവെച്ചാൽ ഇത് ആലത്തൂരിന്റെ ഒരു ഇടതുപക്ഷ കോട്ടയാണെന്ന് ഇടതുപക്ഷക്കാർ മാത്രം പറയുന്നതായിട്ടാണ് എനിക്ക് അന്നും ഫീൽ ചെയ്തിട്ടുള്ളത്. റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഇലക്ഷനാണ്. നമ്മളെ കേരളനാരായണൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് നിങ്ങോട്ട് വരുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കോട്ട എന്നാന്ന് പറയുന്നത് അതാ. കാരണം പിന്നെ മാത്രമല്ല നിയമസഭാ ഇലക്ഷൻ്റെ നമ്മളെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നിയമസഭാ ഇലക്ഷനിൽ അവർ തന്നെയാണ് വിജയിക്കുന്നത്. ആ കോട്ട എങ്ങനെയാണ് പൊളിച്ചത് പാട്ട് പാടിയിട്ട്? ഏത് പാട്ടാണ് ഇഷ്ടം? ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന സമയത്താണ് പാർട്ടി ഒരു അവസരം നൽകിയത്. അപ്പം അന്ന് വരുന്ന സമയത്ത് എന്നെ കേട്ടറിഞ്ഞവർ, പ്രത്യേകിച്ച് ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ കേട്ടറിഞ്ഞതും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ കൊണ്ടും അറിഞ്ഞ ആളുകളാണ്. പക്ഷെ ഇപ്പം അവർക്ക് എന്നെ നേരിട്ടറിയാം. ഞാൻ അവരോടൊപ്പം ജീവിച്ച് അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പം നേരത്തെ അവരുടെ മനസ്സിൽ ഒരിടം നൽകി അവരുടെ ഒരു മകളായിട്ട്, ഒരു സഹോദരിയായിട്ട് കണ്ടുകൊണ്ടാണ് 2019 അവർ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തയച്ചത്. അപ്പോൾ വരാൻ പോകുന്ന നാളുകളിലും അവരെന്നെ ഹൃദയം കൊണ്ട് തന്നെ അവരെന്നെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അതിലേക്ക് തിരഞ്ഞെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ.
പിന്നെ ഇന്ന് ഒരു പാട്ട് എന്നുള്ളതല്ല. അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയങ്ങളിൽ നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്ന ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാകാം, ചിലപ്പോൾ അമ്മമാരാകാം, ചിലപ്പോൾ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾ, അല്ലെങ്കിൽ ചുമടെടുക്കുന്ന അരിച്ചാക്കും സിമെന്റ് ചാക്കും ഒക്കെ എടുക്കുന്ന തൊഴിലാളികളാകാം. അങ്ങനെ ചിലപ്പം കള പറിക്കാൻ ഞാറ് നടുന്ന അമ്മമാരായിരിക്കും. അപ്പൊ അവര് പറയാണ് ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അവർക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അവര് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവര് പറയുന്ന പാട്ട് പാടും. ഇനി അതല്ല, ഏത് പാട്ടാണെങ്കിലും അത് മതി എന്ന് പറയുമ്പോൾ അത് പാടും. അങ്ങനെ ഇന്ന പാട്ട് എന്നൊന്നും. എന്നിരുന്നാലും അവർ ഏറ്റവും അധികം ആകർഷിച്ച ഏതായിരുന്നു? കീഴടക്കിയത് പാട്ട് പാടിയിട്ടാണല്ലോ. ആലത്തൂരിലേക്ക് ഞാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പാടിയ പാട്ട് പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനും ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. മണിച്ചേട്ടൻ മരിച്ച മാർച്ച് മാസത്തിൽ 6-ാം തീയതിയാണ് മണിച്ചേട്ടൻ മരിച്ചത്. നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും സാധ്യമല്ല. എങ്കിലും മണിച്ചേട്ടന്റെ ഈ പാട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും ആ പാട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് പാടാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യപ്പെട്ട പാട്ട്. അപ്പൊ അത്രയേറെ മണിച്ചേട്ടന്റെ ആ പാട്ടിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവരാണ് ആലത്തൂരുകാർ. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ വേദികളിലും അല്ലെങ്കിൽ ഉദ്ഘാടന പരിപാടികളിലും ചെല്ലുമ്പം ഇപ്പോഴും അതിനുശേഷവും ഞാൻ പാടിയതിൽ ഏറ്റവും കൂടുതൽ പാടിയ പാട്ട് മിന്നാമിനി. അതായത് പെങ്ങളുട്ടിയായിട്ടാണ് ഇവിടെ ഇറങ്ങി വന്നത്. ഇപ്പം 5 വർഷം കഴിഞ്ഞു, എന്നിട്ടും ഒരു മാരേജിലേക്ക് വന്നിട്ടില്ലാതെ എന്തുകൊണ്ടാണ്? അങ്ങനെയില്ല, നമുക്ക് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നാൽ അതിലേക്ക് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പം പൂർണ്ണ സമയവും ഒരു ജനപ്രതിനിധിയായിട്ട് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളുടെയും ഒരു വീട്ടിലെ ഒരു അംഗമായി നിന്നുകൊണ്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ് മുന്നോട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ്. മറ്റൊരു കാര്യം അത് എപ്പോൾ വേണമെങ്കിലും നമുക്കറിയില്ല. അങ്ങനെ നമ്മളെ ദൈവം, ഞാനൊരു വിശ്വാസി കൂടിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് പെൺകുട്ടിയെ മാത്രം കഴിഞ്ഞാൽ മതിയോ, ഒരു മാരേജ് കൂടി അതിൻ്റെ ഇടയിൽ മറന്നു പോകണോ എന്നാണ് ഞാൻ പറഞ്ഞത്. മറന്നു പോകുന്നൊന്നുമില്ല, കാരണം അത് എപ്പോഴാണ് അങ്ങനത്തെ ഒരു സാഹചര്യം. ഞാനത് പറഞ്ഞു, ഞാനൊരു വിശ്വാസിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന സമയങ്ങളിൽ ഇപ്പം ഞാൻ ഒരിക്കൽ പോലും ആലത്തൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് ആലത്തൂർ പാർലമെന്റിനെ പ്രതിനിധീകരിക്കാൻ എത്തുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് എന്നിൽ എത്തിപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അങ്ങനെ അതിൻ്റെതായ ഒരു ക്രമീകരണം. നമ്മൾ കുന്നമംഗലത്തായിരുന്നല്ലോ നമ്മുടെ രാഷ്ട്രീയ ജീവിതം, പൊതുപ്രവർത്തനം എല്ലാം പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. നാഷണൽ ലെവലിലും നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആലത്തൂരിലേക്ക് വന്നപ്പോൾ, ആലത്തൂർ എന്ന് പറഞ്ഞാൽ തനി കുഗ്രാമങ്ങളാണ് എന്നാണ്, തമിഴ്നാടുമായി ബന്ധപ്പെട്ട കുഗ്രാമങ്ങളാണ്. ഈ 5 വർഷം കൊണ്ട് ഈ മേഖലകളെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്താണ് പഠിച്ചതെന്ന് മനസ്സിലായിട്ടുള്ളത്? കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ജില്ലകളിലായിട്ടാണ് ഈ മണ്ഡലം കിടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ 3 അസംബ്ലി നിയോജകമണ്ഡലങ്ങൾ, കുന്നംകുളം, ചേലക്കരയും വടക്കാഞ്ചേരിയും. പാലക്കാട് ജില്ലയിൽ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ചിറ്റൂർ നിയോജകമണ്ഡലവും അതേപോലെ തന്നെ നെന്മാറ നിയോജകമണ്ഡലവും ആലത്തൂരും തരൂര് നിയോജകമണ്ഡലം. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം പറമ്പിക്കുളം ആളിയാർ എന്ന് പറയുന്ന പദ്ധതി, ഡാമുകളും അതേപോലെ തന്നെ നെല്ലിയാമ്പതി ഉൾക്കൊള്ളുന്ന തേയിലത്തോട്ടങ്ങളും ഒക്കെയുള്ള പ്രദേശം. ഏകദേശം തമിഴ് ഭാഷയും ഇടകലർന്ന് സംസാരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം. ഭൂരിഭാഗം ജനങ്ങളുടെയും ഉപജീവന മാർഗം എന്തെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് നെൽകർഷകർ കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്ന, മാംഗോ സിറ്റി ആയിരിക്കുന്ന, മാങ്ങകളുടെ നാട് എന്നറിയപ്പെടുന്ന മുതലമട ഇവിടെയാണ്. അതേപോലെ കേര കർഷകർ ഉപജീവനം നടത്തുന്ന ചിറ്റൂര് പോലെയുള്ള പ്രദേശങ്ങൾ, ക്ഷീര കർഷകർ.
പശുവിനെ വളർത്തിക്കൊണ്ട് 4ഉം 5ഉം ചിലപ്പോൾ ഒരു പശുവിനെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉപജീവനം നടത്തുന്ന ആളുകളും ചേരുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഏറ്റവും ആ പദ്ധതിയെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും UPA സർക്കാരിനോടും സോണിയാജിയോടും നന്ദി പറഞ്ഞു പോയ സാഹചര്യം എനിക്ക് പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലമാണ്. ഞാൻ പലപ്പോഴും മാഡത്തിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉപജീവനം നടത്തുന്ന ആളുകൾ. അതേപോലെ തമിഴ്നാട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കമ്പനികൾ തമിഴ്നാട്ടിൽ ബസ്സിനും ട്രെയിനിനൊക്കെ പോയി രാവിലെ പോയി ജോലി ചെയ്തു വരുന്ന എത്രയോ ആളുകൾ ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരുള്ള ഒരു മണ്ഡലമാണ്. ഒരു ഗ്രാമീണ ഭംഗിയാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, നെല്ല് കൊയ്തെടുക്കുന്ന സമയം ഈ പാഠഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഉഴുതു മറയ്ക്കുന്ന കാളപ്പൂട്ട് നടക്കുന്ന സമയത്ത്, ഞാറ് നടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. ഞാറ് നട്ട് കഴിഞ്ഞ് അത് വളർന്നു വരുന്ന കതിരിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു പച്ചപ്പ് കാണാൻ ഇത്രയധികം സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം വേറൊന്നുമില്ല. അത് കഴിഞ്ഞ് അത് വിളവായി അത് ഒരു എന്താ പറയുക, ധാന്യങ്ങൾ ഇങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ ഒരു സ്വർണ്ണ തരികളെ പോലെ നെൽപ്പാടങ്ങൾ നിൽക്കുന്നത് അതിലേറെ സുന്ദരമായിരിക്കുന്ന പ്രദേശമാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ഇന്ത്യയിലെ 10 സുന്ദരമായിരിക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുത്ത കൊല്ലംകോട്. പലപ്പോഴും ഞാനത് പറയാറുണ്ട്. കൊല്ലംകോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി കോതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി 1000 കാവിലെ ആരം പൂവിനെ ആട്ടിയുറക്കാനൂഞ്ഞാലും കൊണ്ടുവാ പൈങ്കിളി കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്. ആ കൊല്ലംകോട് ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ പാർലമെന്റ് മണ്ഡലം. തൃശ്ശൂർ ജില്ലയിലേക്ക് പോയാൽ ചേലക്കര, കാരണം ചേലുള്ള കരയാണല്ലോ ചേലക്കര, കുത്താമ്പുള്ളി ഉൾക്കൊള്ളുന്ന, തിരുവില്ലുവാമല ഉൾക്കൊള്ളുന്ന, അതേപോലെ അന്തിമഹാളങ്കാവ്, അതേപോലെ തന്നെ കാളിയാറോട് പള്ളി നേർച്ച ഉൾക്കൊള്ളുന്ന, അതേപോലെ മസ്താനുപ്പാപ്പയുടെ അതുമായി ബന്ധപ്പെടുന്ന അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ചേലക്കര, വള്ളത്തോൾ നഗറിന്റെ പാരമ്പര്യവും നമ്മുടെ കലാമണ്ഡലവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന, ഒറ്റപ്പാലത്തിനോട് ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. കുന്നംകുളത്തേക്ക് പോയാൽ കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്ന ഒരു പരിപാടി ലോകത്തെമ്പാടുമുള്ള ആളുകൾ നോക്കി നിൽക്കുന്ന അക്ഷര ശ്ലോകങ്ങളും വളരെ മനോഹരമായിട്ട് നടത്തുന്ന ഒരു പരിപാടി. മലപ്പുറം ജില്ലയുടെ ആലങ്കോട് പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന പെരുമ്പിലാവ് ഉൾക്കൊള്ളുന്ന പ്രദേശം. ഇങ്ങോട്ട് വന്നാൽ ഗുരുവായൂരിന്റെ അതിർത്തി, അത് കഴിഞ്ഞ് വടക്കാഞ്ചേരി, എന്ത് സുന്ദരമായിരിക്കുന്ന പ്രദേശം, തൃശ്ശൂരിനോട് ചേർന്ന് നിൽക്കുന്ന വടക്കാഞ്ചേരി, ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന, മച്ചാട് മാമാങ്കം നടക്കുന്ന, വലിയ വലിയ പള്ളികളുടെ പള്ളി പെരുന്നാളുകൾ നടക്കുന്ന, പള്ളി നേർച്ചകൾ നടക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം ഈ ഒരു പ്രദേശത്ത് എല്ലാ ജീവിത രീതികളിലും ജീവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ആലത്തൂർ എന്ന് പറയുമ്പം ഞാൻ എടുത്തു പറയുന്നു, എത്രയോ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൃദയത്തിൽ സ്വീകരിച്ച് കമ്മ്യൂണിസ്റ്റിന്റെ പഴയ ആശയങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ ആശയങ്ങളെയല്ല ഇന്ന് വ്യതിചലിച്ചു പോയി എന്ന് നമ്മളോട് നേരിട്ട് അനുഭവം പറയുന്ന ആലത്തൂരിലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾ, എത്രയോ കാലങ്ങളായി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുന്ന അഭിമാനത്തോട് പറയുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബങ്ങളുള്ള ആലത്തൂർ പോലെയുള്ള പ്രദേശം. അതേപോലെ തന്നെ തരൂർ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന തരൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം, നെന്മാറ നിയോജകമണ്ഡലം, ചിറ്റൂര്, എത്രയോ കർഷകര് പറമ്പിക്കുളത്തിന്റെ വെള്ളം കാത്തു നിന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെള്ളം കാത്തുനിന്ന് കൃഷി ചെയ്യുന്ന സുന്ദരമായിരിക്കുന്ന പ്രദേശമാണ്. ഈ ഇടയ്ക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയ പറമ്പിക്കുളം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രദേശമാണ്. അങ്ങനെ നോക്കുമ്പം ഏറ്റവും സുന്ദരമായിരിക്കുന്ന മണ്ഡലം ഇന്ത്യയിലേത് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലമാണ്. ഇത്രയധികം മതസൗഹാർദ്ദവും സ്നേഹവും, നിഷ്കളങ്കരായി സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, കളവ് പറയാൻ അറിയാത്ത അല്ലെങ്കിൽ ചതിക്കാൻ അറിയാത്ത ഒരു കൂട്ടം
ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളുള്ളതാണ് എൻ്റെ പാർലമെന്റ് മണ്ഡലം എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയും. അതെ, രമ്യ ഹരിദാസ് ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലവുമായിട്ട് വല്ലാതെ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്നർത്ഥം. പ്രകൃതിയുമായിട്ടും ജനങ്ങളുമായിട്ടും അവിടുത്തെ സംസ്കാരവുമായിട്ടും വല്ലാതെ അങ്ങോട്ട് 5 വർഷം കൊണ്ട് ലയിച്ചു ചേർന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, നെഗറ്റീവ് അനുഭവങ്ങളുണ്ടല്ലോ, പോസിറ്റീവ് അനുഭവങ്ങളുണ്ട്. നെഗറ്റീവായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ കുഴപ്പമുള്ള ആളുകൾ. എന്തൊക്കെ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായി? സാറ് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഇപ്പം നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യം ഉണ്ടായ ഒരു അനുഭവം, ഞാൻ അച്ഛനെ പോലെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു പരാമർശം നമ്മളെ വളരെയധികം വിജയരാഘവൻ സാർ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും ഒരു വേദനയുണ്ടായി. കാരണം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആശയം മുറുകെ പിടിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ആ ഭരണഘടന എഴുതി തയ്യാറാക്കിയതും കോൺഗ്രസ് ആണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ ആ സ്വാതന്ത്ര്യം അത് അവർക്കുള്ളതാണ് എന്ന് തന്നെ പറയുന്നു. പക്ഷെ അന്നുണ്ടായിരുന്ന ആ ഒരു പരാമർശം ഒരിക്കലും ഇടതുപക്ഷത്തിനെ പോലെയുള്ള ഒരാളുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് അദ്ദേഹം അന്നൊരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് കൺവീനർ ആയിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പരാമർശം അത് ഒഴിവാക്കാമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ പോലെ തുടക്കക്കാരായിട്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നില്ല. അതുമുതൽ ഇങ്ങോട്ട് അത് ശരിക്കും ജനങ്ങളെ, പാർട്ടി അണികളടക്കം വല്ലാത്ത അതിന് എതിർപ്പ് പ്രകടിക്കും, നമുക്ക് അനുകൂലമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ പറയുക, ഇത് വ്യക്തിപരമായിട്ടുള്ള മത്സരമല്ല. ഇപ്പൊ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തിയല്ലല്ലോ മത്സരിക്കുന്നത്. ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളും മുന്നണികളും തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പൊ ആ മത്സരത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായിട്ട് നമ്മളെ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ശാബ്ദങ്ങളെടുത്തും അവിടെ തങ്ങളെടുത്തും അതേപോലെ കുഞ്ഞാലിക്കുട്ടീൻ്റെ അടുത്തും പോയപ്പോൾ ഉണ്ടായ അങ്ങനെ പറഞ്ഞിട്ടാണ് ദ്വയാർത്ഥത്തിൽ ശരിക്ക് SC/ST അട്രോസിറ്റി ആക്ട് അടക്കം നിൽക്കാവുന്ന ഒരു സംഭവമാണത്. ആ കേസ് എന്താ ഇതിനിട്ട്? കാരണം ആ കേസ് ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. സത്യമാണ്, അന്ന് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഘടകകക്ഷികളുടെ ലീഡേഴ്സും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാരമ്പര്യമൊക്കെ ഉള്ള തറവാട് വീടുകളാണെങ്കിലും അതിപ്പോൾ നമ്മളുടെ ഞാനൊരു വിശ്വാസിയാണ്. അപ്പം നമ്മൾ മുതിർന്ന ആളുകളുടെ അനുഗ്രഹം മേടിക്കലും അവരുടെ അടുത്ത് ഒരു ആശീർവാദം വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗുരുത്വമുള്ള കാര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇദ്ദേഹം പ്രസംഗിച്ച ശൈലി വളരെയധികം വേദന ഉണ്ടാക്കി. ഇവിടെ തന്നെ ചുറ്റുവട്ടമുള്ള പല കമ്മ്യൂണിസ്റ്റ് ആളുകളും അനുഭാവികളും പറഞ്ഞു, പക്ഷത്തിന് അത്രയധികം സ്ട്രോങ് ആയിട്ട് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ വരെ പറഞ്ഞു വളരെ മോശമായി പോയി, പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പോലെ സീനിയർ ആയിരിക്കുന്ന ഒരാളുടെ ഭാഗം. അപ്പം അന്ന് മുതൽ ഞാൻ ഈ നെഗറ്റീവായിരിക്കുന്ന പല രീതിയിലുള്ള പരാമർശങ്ങളും അതേപോലെ തന്നെ അറ്റാക്കും ഒക്കെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോഴൊക്കെ പ്രചോദനവും അപ്പോഴൊക്കെ താങ്ങും തണലും ഏതെന്ന് ചോദിച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ആലത്തൂരിലെ എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ വലിയ ശക്തി, വലിയ ആത്മവിശ്വാസം. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ആണെങ്കിലും ഒരു ചായക്കട നടന്ന ചേട്ടനാണെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ പറയാൻ വരുന്ന സമയത്ത് അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, അതൊക്കെ അവരങ്ങ് പറഞ്ഞു പോകും. നമ്മുടെ സത്യസന്ധമായിട്ട് പോവുക, ആ സത്യസന്ധതയോട് കൂടി പ്രവർത്തിക്കുമ്പോൾ ദൈവവും ഗുരുത്വവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നവരാണ് എൻ്റെ മണ്ഡലംകാർ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വിവാദങ്ങളോ അല്ലെങ്കിൽ ഈ നെഗറ്റീവായിരിക്കുന്ന ഈ ആക്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ആക്രമിക്കുന്നതിനെയൊക്കെ എനിക്ക് നേരിടാനുള്ള കരുത്ത് എന്ന് പറയുന്നത് ഈ അംഗങ്ങൾ തന്നെയാണ്, ഈ അമ്മമാര്, കുടുംബങ്ങള്, ഈ പ്രദേശത്തുള്ള എൻ്റെ മണ്ഡലത്തിലെ ആളുകൾ തന്നെയാണ് ഇതിനെയൊക്കെ നേരിടാനുള്ള ശക്തി. ഈ പോസിറ്റീവായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത്. പോസിറ്റീവായിട്ടുള്ള ഈ മണ്ഡലത്തിൽ കഴിഞ്ഞുകൂടിയപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ വന്ന് നമ്മൾ പാലക്കാട് വന്ന് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവില്ല. ഈ 5 വർഷത്തെ അനുഭവങ്ങൾ ചെറുതല്ലല്ലോ. എന്തൊക്കെ അനുഭവങ്ങൾ? ഇപ്പം അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നതിന് അങ്ങനെ ആരുടെയും ശ്രദ്ധയിലില്ലാതെ പോകുന്ന ഒരു മണ്ഡലമായിരുന്നു ഇത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നോക്കാം. പലരോടും ഞാൻ ചോദിക്കുമ്പോൾ പറയും, ഇപ്പോഴാണ് ആലത്തൂർ എന്ന് പറയുന്ന ഒരു പാർലമെന്റ് മണ്ഡലം അവിടെ ഉണ്ടെന്നും ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സാഹചര്യങ്ങൾ ഇന്നതാണെന്നൊക്കെ
പുറത്ത് നമ്മൾ പോകുമ്പം നാം പറയാറുണ്ട്, പലർക്കും ഇതറിയില്ല. അപ്പം അത്രയധികം എന്താ പറയുക, വികസനങ്ങൾ പോലും എത്തിപ്പെടാത്ത, ഇപ്പോഴും നമുക്ക് ഇനിയും എത്തേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അത് നാളുകളിൽ നേടിയെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ പുറത്തെത്തുന്ന സമയത്ത് ഇത്തരം ഒരു മണ്ഡലം ഉണ്ട്. ആലത്തൂർ എന്ന് പറയുന്ന ഇത്തരം സാധാരണക്കാർ ജീവിക്കുന്ന കാർഷിക മേഖലയായിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു മണ്ഡലം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ടാണെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയ പോസിറ്റീവാണ്. കാരണം അത് വേറൊരു മണ്ഡലത്തിനും ഇല്ല. ഇപ്പം നമ്മൾ ഒത്തിരി സ്കൂളുകൾ ഇവിടെയുണ്ട് പ്രവർത്തിക്കുന്ന, ഒത്തിരി കഴിവുള്ള കലാകാരന്മാർ. ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്താൽ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നമുക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു കായിക മേഖലയിലേക്ക് പോകുമ്പോഴും ഇവിടുത്തെ ഈ കാട്ടുവള്ളികളിലൂടെയും ഈ കോളനികളിലൂടെയും ഒക്കെ ഓടി നടക്കുന്ന കാരിരുമ്പിന്റെ കരുത്തായിരിക്കുന്ന എത്ര കുട്ടികളെ കിട്ടുന്നത് അറിയോ? അവരൊന്ന് നന്നായി ട്രെയിൻ ചെയ്യിച്ചാൽ മതി. അപ്പം നമ്മളിപ്പം പുറത്തു പോകുമ്പം ആലത്തൂരിനെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം. അപ്പോൾ പലരും പറയും, രമ്യ ഹരിദാസിന്റെ മണ്ഡലമല്ലേ എന്ന് ചോദിക്കുന്ന എന്നെ സംബന്ധിച്ച് ഒരു വലിയ പോസിറ്റീവ് ആയിരിക്കുന്ന അനുഭവങ്ങളാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത്, അപ്പോൾ കോഴിക്കോട് ജില്ലയിലൊക്കെ ഇത്തരം വീടുകളില്ലാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഭവനരഹിതരായിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. പ്രത്യേകിച്ച് കട്ട വെച്ചിരിക്കുന്ന വീട്, പഴയ കട്ട വെച്ചിരിക്കുന്ന വീട്, ഓലമേഞ്ഞ വീട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയില്ലേ, മുളയൊക്കെ കൊണ്ടുവന്ന് ചീന്തി വെച്ചിട്ട് ചുമരുകൾ വെക്കില്ലേ, അങ്ങനെയൊക്കെ വെച്ച് ജീവിക്കുന്ന ആളുകൾ ഇവിടെ വളരെയധികം നമുക്ക് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇനിയും അവരിലേക്ക് ഒത്തിരി കാര്യങ്ങൾ എത്തിക്കുവാനുണ്ട്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പല ആളുകളും ഇത്തരം ഭവനങ്ങൾ നിർമ്മിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അത് നമുക്കൊരു വലിയ പ്രചോദനമാണ്. എൻ്റെ മണ്ഡലത്തിലെ ഒരു 10 പേർക്കെങ്കിലും പുറത്തുനിന്ന് നമ്മളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ 10 വീട് വെച്ച് കൊടുക്കാൻ ആളുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലേക്കൊരു പോസിറ്റീവായിട്ട് എത്തിക്കുവാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ശക്തനായ ഒരു നേതാവിനെയാണ്, മന്ത്രിയെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ. അദ്ദേഹം ലോ സ്പീക്കറായിരുന്നു, പിന്നീട് മന്ത്രിയായിരുന്നു, എല്ലാ തരത്തിലും ശക്തനായ ഒരാളാണ്. അതിൻ്റെ അർത്ഥം രമ്യ ഹരിദാസിനെ ശരിക്കും പേടിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി എന്ന് തന്നെയല്ലേ? അല്ല, എന്തായാലും ജനാധിപത്യ സംവിധാനമാകുമ്പോൾ അപ്പുറത്ത് മത്സരിക്കാൻ ഒന്നിലധികം ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പം അത് പാർട്ടിയുടെ തീരുമാനങ്ങളാണ്. ഓരോ പാർട്ടിക്കും ആര് നിർത്തണം, എന്തിനു നിർത്തണം എന്നുള്ളത്. പക്ഷെ നിർത്തുന്ന ആളുകളിൽ ഏൽപ്പിച്ചിരുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന, പ്രത്യേകിച്ച് ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കാൻ അതിൻ്റെ അകത്തുള്ള ഒരാളിനെ സംബന്ധിച്ച് മത്സരിക്കാൻ വരുന്ന സമയത്ത് ജനങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഇതൊരു കാർഷിക മണ്ഡലമാണ്. നെല്ല് ഇപ്പം നിങ്ങൾ വന്ന് ഈ വീടിൻ്റെ ഉമ്മറത്ത് പോലും നെല്ല് കൂട്ടിയിടുന്നതാണ്. പക്ഷെ ഒരു കളപ്പുരയൊന്നുമില്ല. കാരണം അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന, കളപ്പുര ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളവരല്ല. ആ നെല്ല് അളന്നെടുത്ത് കൊണ്ടുപോയി അവർക്ക് അടുത്ത വിളവിറക്കുന്നതിന് മുൻപ് ഈ തുക കൊടുക്കേണ്ടത് സർക്കാർ കൊടുക്കേണ്ടതാണ്. ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ അത് ജനങ്ങളോട് പറയേണ്ടതാണ്. പെൻഷൻ 7 മാസത്തോളം പെൻഷൻ ഇപ്പൊ കൊടുക്കാനുണ്ട്. ഈ മണ്ഡലത്തിലെ ഏറ്റവും പെൻഷൻ പറ്റുന്ന ആളുകൾ സാധാരണ ജനങ്ങൾ. അതെ അതെ. ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ 7 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്. ഒരു പക്ഷെ തെരഞ്ഞെടുപ്പിന് അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ചിലപ്പം ഈ കടം മേടിച്ചതിൽ നിന്ന് ചിലപ്പോൾ 2 മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ അവർ പോകും. അതിനൊരു സാധ്യതയും കാണില്ല. പക്ഷെ ബാക്കി എന്നാലും കിടക്കുന്ന ഈ മാസത്തെ പെൻഷനുകൾ കൊടുക്കാൻ ബാധ്യതയുള്ള ഒരാളും, സർക്കാരിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരാളും സർക്കാരിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് 2 അറ്റം കൂട്ടിമുട്ടാൻ പ്രയാസം അനുഭവിക്കുമ്പോൾ വിലവർദ്ധനവ്, അത് പയറാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും മറ്റു ഉൽപ്പന്നങ്ങളാണെങ്കിലും മുളകും, ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിച്ച് കഞ്ഞി കുടിച്ച് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പോലും വിലക്കയറ്റം വലിയ രൂക്ഷമായിട്ട്, അത് ഏറ്റവും കൂടുതൽ ബാധിച്ച സർക്കാരിന്റെ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖലയാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം. വിലക്കയറ്റത്തിനെ കുറിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറുപടി പറയണം. കർഷകൻ കൃഷി ചെയ്യുവാൻ വെള്ളം എത്താത്തതിന്റെ പേരിൽ മഹാലക്ഷ്മിയായി ഞാൻ കണ്ടുവന്ന നെൽപ്പാടത്ത്
ആ നെല്ല് ഒരു നേരത്തെ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ നെല്ല്, ആ നെൽമണി പാൽ വെച്ച് അത് പൂർണ്ണമായിട്ടുള്ള നെല്ലിന്റെ അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു തീയിട്ട കർഷകനുള്ള മണ്ഡലമാണ് ഈ മണ്ഡലം. ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമാണ് വെള്ളം. അപ്പൊ ആ വെള്ളം എത്തിച്ചു കൊടുക്കേണ്ടത് ഇപ്പം തമിഴ്നാട് സർക്കാരിൽ നിന്ന്, അവിടെ നിന്ന് ഡാമിൽ നിന്ന് കൃത്യമായ സമയത്ത് ഈ വെള്ളം കർഷകന് കിട്ടുന്നുണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അത് ചെയ്യാതിരിക്കുമ്പോൾ കർഷകർക്ക് ചോദിക്കുവാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മന്ത്രിമാരാകട്ടെ സർക്കാരിനോട് ഞങ്ങൾക്ക് തരേണ്ട വെള്ളം എവിടെ? അപ്പോൾ 7 ദിവസമായി ഞാൻ താമസിക്കുന്ന കുഴൽമന്ദം, ഈ വീട് ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ കുഴൽമന്ദം പഞ്ചായത്താണ്, ആലത്തൂർ നിയോജകമണ്ഡലത്തിലെ 7 ദിവസമായി കുടിവെള്ളം കിട്ടിയിട്ട് 3-ാമത്തെ ദിവസവും ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥരെ കണ്ടതാണ്. 6-ാമത്തെ ദിവസവും വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥരെ കണ്ടതാണ്. ജില്ലാ ഭരണകൂടത്തിനോട് സംസാരിച്ചപ്പോൾ 7-ാമത്തെ ദിവസം 7-ാം തീയതി ഇന്നലെ വെള്ളം തരുമെന്ന് പറഞ്ഞതാണ്. വെള്ളം അവർ നൽകുമെന്ന് പറഞ്ഞിട്ട് കുടിവെള്ളം ഇന്ന് വരെ എത്തിയിട്ടില്ല. പുൽപ്പുള്ളി, പട്ടഞ്ചേരി, ചിറ്റൂർ ഉൾക്കൊള്ളുന്ന, പെരുമാട്ടി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളവുമില്ല. തേൻകുറിശി, കുഴൽമന്ദം ഉൾക്കൊള്ളുന്ന ഈ ചുറ്റുവട്ടത്തെ പ്രദേശങ്ങളിൽ, കണ്ണാടി, എൻ്റെ മണ്ഡലം മാത്രമല്ല പാലക്കാട് പാർലമെന്റിനോട് ചേർന്ന് കിടക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കുടിവെള്ളമില്ല. ഈ കുടിവെള്ളം തരാത്ത സർക്കാർ, കുടിക്കാൻ ഒരു വീട്ടിൽ പ്രായമായി കിടക്കുന്ന അമ്മമാരുണ്ട്, ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളുണ്ട്, പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയും പ്രസവരക്ഷയും നടത്തുന്ന അമ്മമാര് തൻ്റെ മകളുടെ പ്രസവരക്ഷ നടക്കുകയാണ്. തനിക്ക് ഇത്തിരി വെള്ളം വേണം, കുടിക്കാൻ പോലും കൊടുക്കാൻ വെള്ളം കിട്ടാനില്ല എന്ന് പറയുന്ന അമ്മമാരുടെ വിഷമമുണ്ട്. ആ വെള്ളം വാങ്ങിക്കൊടുക്കേണ്ട സർക്കാർ നാളെ ഈ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് ഇതിനൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾക്ക് തരാതെ മുന്നോട്ട് പോയിരിക്കുന്ന സർക്കാർ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങളോട് മുഖം തിരിച്ചിരിക്കുക. അപ്പോൾ ആ സർക്കാർ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പം അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ കഴിഞ്ഞോ ഇല്ലയോ, അത് നിറവേറ്റാൻ കഴിയാത്തവർക്ക് പിന്നെ ഞങ്ങൾ എന്തിന് ഈ രീതിയിൽ എന്ന് ചോദിക്കാൻ, സർക്കാരിനോട് ചോദിക്കാൻ, മന്ത്രിമാരോട് ചോദിക്കാൻ, മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ കാത്തിരിക്കുന്നവരാണ് ആലത്തൂർ. മന്ത്രി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നേരിട്ട് ജനങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. അല്ലയോ അങ്ങുകൂടി പ്രതിനിധാനം ചെയ്യുന്ന ക്യാബിനറ്റിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുമായിരുന്നില്ലേ? തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട വെള്ളം ചോദിച്ച് മേടിച്ച് തരേണ്ടത് അങ്ങയുടെ കൂടി ഉത്തരവാദിത്വം ചോദിക്കുന്ന ആളുകളാണ് ഉള്ളത്. എത്രമാത്രം നെൽകൃഷിക്കാരുണ്ട്? ഏകദേശം എനിക്ക് ഇപ്പം ഇന്നലെ ചിറ്റൂരിൽ നിന്ന് ഞങ്ങൾ സമരത്തിന് പോയപ്പം ഏകദേശം ചിറ്റൂർ പ്രദേശം ഉൾക്കൊള്ളുന്നിടത്ത് തന്നെ 22,000 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നവർ ചിറ്റൂർ പ്രദേശം ഉൾക്കൊള്ളുന്നിടത്തുണ്ട്. ആ ചിറ്റൂര് മാത്രം. അതേ സമാനമായ രീതിയിൽ ആലത്തൂരിലുണ്ട്. സമാനമായ കണക്ക് തന്നെയാണ് തരൂരുള്ളത്. സമാനമായത് തന്നെയാണ്. ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും ഏകദേശം നെന്മാറയും കൃഷിക്കാരുള്ളതാണ്, ചേലക്കരയും കൃഷിക്കാരുണ്ട്. കുന്നംകുളത്ത് കഴിഞ്ഞ ദിവസം കൊയ്ത്തുത്സവം ഞങ്ങൾ തന്നെയാണ് നടത്തിയത്, പാടശേഖര സമിതിയുടെ ആദ്യത്തെ കൊയ്ത്തുത്സവം. അപ്പം എൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽ ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളിലും നെൽകർഷകരുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്. കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് പാലിന്റെ വില കിട്ടാത്ത കാരണം കറന്നെടുത്ത പാല് ആ കിറ്റുകളിൽ നിന്ന് റോഡിൽ ഒഴുക്കി വിട്ട് സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. പച്ചക്കറി നേരാവണ്ണം കൃഷി വകുപ്പ് സംഭരിച്ചു കൊണ്ടുപോകാത്തതിൻ്റെ ഹോർട്ടികോപ്പിൻ്റെയും കൃഷിഭവന്റെയും ഒക്കെ നിരുത്തരവാദിത്തപരമായിട്ട് കൃഷി ചെയ്ത ഉൽപ്പന്നം ആ പാടത്ത് കിടന്നപ്പോൾ അതിൻ്റെ വെള്ളരിയും പയറുമെല്ലാം കൊത്തി അരിഞ്ഞ് പശുവിന് തിന്നാൻ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായ മണ്ഡലമാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പം വലിയ പ്രചരണം നടക്കുന്നത് രമ്യ ഹരിദാസിനെ ഇവിടെ ഇലക്ഷൻ ജയിപ്പിച്ചു എന്നല്ലാതെ ഈ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള വലിയ പ്രചരണമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. എന്താണ് രമ്യ ഹരിദാസിന് പറയാനുള്ളത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്നേ ചോദിക്കുവാനുള്ളൂ. കാരണം എന്നെ പല സ്ഥലത്തും വഴി തടഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ പോകാതെ അവർക്ക് എന്നെ വഴി തടയാൻ പറ്റില്ലല്ലോ. ഞാൻ ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ കാലുകുത്തിക്കില്ല. ഇപ്പം അടുത്ത് 1-2 വിഷയങ്ങൾ വന്നതാ. ഞാനതിൽ കൃത്യമായിട്ട് കേസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്, കാരണം ഞാൻ പോകുന്നില്ല എങ്കിൽ എന്നെ വഴി തടയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ അമ്മമാരുടെ അരികിൽ ചെന്ന് അമ്മമാർ എന്നോട് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ പേരിൽ അവർ ഓടി വന്ന് വഴിയിൽ
ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ എന്നെ തടഞ്ഞ ആളുകളാണ് ഈ ആളുകൾ. പക്ഷെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇല്ല കേട്ടോ, അതും ഞാൻ എടുത്തു പറയാണ്. അപ്പൊ എന്നെ കണ്ടില്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് തടയണം? പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മുൻകാലങ്ങളിലെ എംപിമാരുടെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന പ്രസൻസും ഞാനുണ്ടായിരുന്ന പരിപാടികളുടെ പത്രമാധ്യമങ്ങളിൽ ഇതെല്ലാം സുപരിചിതമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിയാലും, ഏത് പഞ്ചായത്തിൽ, ഏത് ദിവസം, ഏത് സ്കൂൾ വാർഷികത്തിൽ, ഏത് ഔദ്യോഗിക പരിപാടികളിൽ, ഇനി MLA-മാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ, എല്ലാ MLA-മാരുടെ കൂടെ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ന്യൂസും മീഡിയയും വീഡിയോസും എല്ലാം ഇവിടെ സുലഭമായിട്ട് ലഭിക്കാൻ സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ പറയുന്നതിന് ഞാൻ പങ്കെടുത്ത പരിപാടികളിൽ നിന്നുള്ള ആളുകൾ തന്നെ പറയും, ദേ അത് വേണ്ട കേട്ടോ, ഞങ്ങളുടെ സ്കൂളിലെ പരിപാടികളിൽ രമ്യ ഹരിദാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് പരിപാടികളിൽ രമ്യ ഹരിദാസ് ഉണ്ടായിരുന്നു. ഇതേ രമ്യ ഹരിദാസ് MP ആയപ്പം വെച്ച പദ്ധതിയാണ് കേട്ടോ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പൊ ഇന്ന് വനിതാ ദിനമാണ്. ഞാൻ ഇന്ന് പങ്കെടുത്ത പരിപാടികൾ എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ ഉച്ചയോട് അടുക്കുന്ന സമയം അത്രയധികം പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ കഴിവിൻ്റെ പരമാവധി, ചിലപ്പം ചില മരണ വീടുകൾ ഉണ്ടാകാം, ചിലപ്പോൾ കല്യാണ വീടുകൾ ഉണ്ടാകാം, ചില പുതുതായിട്ട് വീട് താമസം, അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മിക്ക മേഖലകളിലും പരമാവധി എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഇതുള്ളത് എന്താന്ന് വെച്ചാൽ, അപ്പം ആ ന്യൂസ് ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ ഇത് ക്രൈമിന്റെ നേതൃത്വത്തിൽ ഈ ചാനലിലൂടെ ഇത് സംരക്ഷണം പോകുമ്പോൾ എല്ലാവരും കാണും. നേരെ മറിച്ച് പത്രത്തിൽ ഒരു ഫോട്ടോ വരുമ്പോൾ ചിറ്റൂരുകാര് വടക്കാഞ്ചേരി ഞാൻ പങ്കെടുത്തത് കാണില്ല, കുന്നംകുളത്ത് പങ്കെടുത്തത് ചേലക്കരയിൽ കാണില്ല, ചിറ്റൂര് പങ്കെടുത്തത് നമ്മളിപ്പോൾ നിൽക്കുന്ന ആലത്തൂര് കാണത്തില്ല. കാരണം പത്രത്തിന് ഓരോ പ്രത്യേകമായിട്ടുള്ള കോളമുണ്ട്. പക്ഷേ ഇതെല്ലാം ചേരുന്ന, ഇതിലെല്ലാം കാണുന്ന ജനങ്ങൾക്കറിയാം രമ്യ ഹരിദാസ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരു കംപ്ലൈന്റിന്, അങ്ങനെ പറയുന്ന പരാതിക്ക് രമ്യ ഹരിദാസ് ഒരു പാട്ട് പാടി ഒരു മറുപടി ഓർക്കുന്നത് നന്നായിരിക്കും. ഞാൻ പലപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതലുള്ള ആളുകൾ. അപ്പൊ ചിലർക്കെങ്കിലും പറയും KPSCയുടെ പഴയൊരു നാടകം പാടിത്തരുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ചെല്ലുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടും. പിന്നെ അത് ആ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ വരികളൊക്കെ മാറ്റി പാടും. അപ്പൊ ചിലപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ പോകും. അപ്പോൾ ഞാൻ അങ്ങനെ പാടുന്ന 1-2 കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവികൾ തന്നെ എൻ്റെ അടുത്ത്. ഇപ്പൊ നാടകോത്സവമൊക്കെ നടക്കുന്ന ഉത്സവങ്ങൾ, നാടകോത്സവമൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഇവിടെ. പൊറാട്ടുകളി നടക്കുന്ന പ്രദേശമാണ്. വേലപ്പറമ്പ് പൂരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഈ കാവശ്ശേരി പൂരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4-5 സ്ഥലത്ത് കലാപരിപാടിയാണ്. അവിടെ നാടകം ഉണ്ടാകും, ഗാനമേള ഉണ്ടാകും, പൊറാട്ടം കളി ഉണ്ടാകും. അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റവും നടക്കണം. അപ്പം നമ്മളോട് ചെല്ലുമ്പോൾ ചോദിക്കും KPSCയുടെ ഒരു നാടകം പാടും. അപ്പം ഞാൻ ചോദിക്കും, ചേട്ടൻ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഒരു പാട്ട് പാടുമോ എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പം ഞാൻ പറയും, പൊന്നരിവാൾ അമ്പിളിയിലെ കണ്ണെറിയും നോളെ, ആ മരത്തിൻ പൂന്തണലില് വാടി നിൽക്കും നോളെ, പൊന്നരിവാൾ അമ്പിളിയിലെ കണ്ണെറിയും നോളെ, ആ മരത്തിൻ പൂന്തണലില് വാടി നിൽക്കും നോളെ, വാടി നിൽക്കും നോളെ. ഇത് പാടുന്ന സമയത്ത് ഇത് കേൾക്കാൻ കാത്തിരിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ചിലർ പറയും, പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു കഴിയുമ്പം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് പാട്ട് മത്സരമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എൻ്റെ മുൻപിലിരിക്കുന്ന ആളുകൾ അവരെൻ്റെ അമ്മമാരാണ്, എൻ്റെ കുടുംബാംഗങ്ങളാണ്. അവർ പറയാണ് MP ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കണമെന്ന് പറയുമ്പോൾ അത് അവർ കേൾക്കാൻ തയ്യാറാകുമ്പോൾ പാടിക്കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്, അവരും സന്തോഷിക്കുന്നുണ്ട്. എങ്കിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം എൻ്റെ മണ്ഡലംകാർ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. അപ്പം അങ്ങനെ പരാതി പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു ആരോപണം, ഈ പാർലമെന്റിൽ കേരളത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും ചെന്ന് പറയാത്ത ഒരു MP ആണ് നാട് ചുറ്റാൻ പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ആരോപണമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? കാരണം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ട് 300-ലധികം ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, വിവിധ വിഷയങ്ങൾ. കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, പാർട്ടിക്കാണ് പാർലമെന്റിനകത്ത് സംസാരിക്കാൻ, പാർട്ടിക്കാണ് സമയം അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസും അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ നക്ഷത്ര ചിഹ്നം ഇട്ട് ചോദിക്കുന്നത്, നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളും ചോദിക്കുന്നതെല്ലാം നറുക്കെടുപ്പാണ്.
അപ്പം ആ നറുക്കെടുപ്പിൽ മൊത്തമുള്ള MP ചോദ്യം ഇട്ടിട്ടില്ലെങ്കിലും ഏകദേശം ഒരു 300 പേര് ചോദ്യം ഇടുകയാണ്. ആ 300 പേരിൽ നിന്ന് നറുക്കെടുക്കുന്ന 20 പേർക്കാണ് ഒരു ദിവസത്തെ ചോദ്യം. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ 300-ലധികം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ ബില്ലുകളുടെ ചർച്ച വരുമ്പോൾ, മറ്റ് ചർച്ചകൾ വരുമ്പോൾ പാർട്ടിക്കാണ് സമയം അലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരിഫിന് 2 മിനിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുന്നത് ഒരു 2 മിനിറ്റാണ്. അപ്പോൾ അതിൽ സംസാരിക്കുന്നത് AM ആരിഫ് ആണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ബില്ലിലും ആരിഫ് തന്നെയാണ് സംസാരിക്കാനുള്ളത്. അത് കഴിഞ്ഞു വരുന്ന ബില്ലിലും സംസാരിക്കാൻ ആരിഫ് തന്നെയാണുള്ളത്. നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഓരോ ബില്ലിലേക്കും നമുക്ക് 5 മിനിറ്റോ അല്ലെങ്കിൽ വലിയൊരു ചർച്ച വരുമ്പം ഒരു 30 മിനിറ്റോ 40 മിനിറ്റോ പാർട്ടിക്ക് അലോട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾ ഇത്രയധികം കോൺഗ്രസിൻ്റെ MP മുഴുവനായിട്ടുമാണ് പാർട്ടി അത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ചില വിഷയങ്ങൾ, ഇപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് രമ്യ ഹരിദാസും കാർഷിക മേഖലയെ പ്രതിനിധീകരിക്കുന്ന പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾക്കും പാർട്ടി അത് അലോട്ട് ചെയ്യും. മറ്റു വിഷയങ്ങൾ വരുന്ന സമയത്ത് മറ്റ് MP കൂടി അവസരം കൊടുക്കേണ്ടതുണ്ട്. പാർട്ടി അതിന് കൃത്യമായിട്ടൊരു ഡാറ്റ വെച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് അതിലേക്ക് ആളുകളെ അലോട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ വിഷയത്തിലും ആരാണ് ഡിബേറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ആരാണ് അതിൽ കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ പാർട്ടിക്ക് ഒരു സിസ്റ്റമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു രീതിയുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും എണ്ണം കുറവായിരിക്കും. കാരണം അപ്പുറത്ത് ഒരാളേ ഉള്ളൂ, അങ്ങേര് തന്നെയാണ് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവിടെ രമ്യ ഹരിദാസ് ഒരു വിഷയത്തിൽ സംസാരിച്ചാൽ അടുത്ത വിഷയത്തിൽ ചിലപ്പോൾ സംസാരിക്കുന്നത് ഡീൻ കുര്യാക്കോസ് ആയിരിക്കും, തൊട്ടടുത്ത വിഷയത്തിൽ സംസാരിക്കുന്നത് ഹൈബി ഈഡൻ ആയിരിക്കും. അപ്പം അങ്ങനെ വ്യത്യാസമുണ്ട്. എങ്കിലും പരമാവധി വിഷയങ്ങളിൽ, ഡിബേറ്റുകളിൽ, ചർച്ചകളിൽ അവസരം പാർട്ടി നൽകിയ ഒരു MP ആരെന്ന് ചോദിച്ചാൽ ഞാനാണ്. വനിതാ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഒരു തന്ത്രമുണ്ടാക്കിയല്ലോ കേന്ദ്രത്തിൽ. കാരണം കോൺഗ്രസ് മുൻപേ വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നടപടികളും അതാരാണ് ആ പാസ്സാക്കിയതിന് എതിർത്തതും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നിലപാടുണ്ട്. ആ ബില്ലിൽ പോലും സോണിയാജി, ചെയർപേഴ്സൺ ആയിരിക്കുന്ന സോണിയാജി അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് ആ ഡിബേറ്റ് ചർച്ച ചെയ്തതിൽ 2 പേര് തൊട്ടടുത്തത് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഒരാൾ കേരളത്തിൽ നിന്നുള്ള രമ്യ ഹരിദാസാണ്. അത് ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന ആ പാർലമെന്റിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഇവർ നോക്കിക്കാണുന്ന പോലെയല്ല പാർലമെന്റിനകത്തുള്ള. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് പറയുന്നവരോട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം വാച്ച് ചെയ്തു പോകുന്നുണ്ട്. കർഷകരുടെ സമരം, കൃഷിയുമായി ബന്ധപ്പെട്ട് വില കിട്ടാത്തതിൻ്റെത്, ക്ഷീര വ്യവസായത്തിൽ അതിൽ കൃഷി ചെയ്യുന്ന ആളുകൾ കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പാലിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കന്നുകാലികളുടെ മരുന്നും തീറ്റയും ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെക്കുറിച്ച്, റബ്ബറുമായി ബന്ധപ്പെട്ടത്, പച്ചക്കറിയുമായി ബന്ധപ്പെട്ടത്, തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 1000 രൂപയെങ്കിലും കൂലി വർദ്ധിപ്പിക്കണം. ഇപ്പം 300 സംതിങ് കിട്ടുന്നത്. ഇത്രയും വർഷമായി UPA സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതി അടച്ചുപൂട്ടിക്കാൻ നടക്കുന്ന സർക്കാരിനോട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ മണ്ഡലംകാർ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്നത് 1000 രൂപയാണ്. അപ്പം എൻ്റെ പ്രദേശത്തുള്ള ആളുകളുടെ ജീവിത നിലവാരം, കേരളത്തിലെ സാഹചര്യം വലിയ മാറ്റമുണ്ട്. ഈ 300 സംതിങ് രൂപ, 333 രൂപയിൽ നിന്ന് അത് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് സഭയിൽ ഈ ചോദ്യം ഉന്നയിച്ച ആളും ചർച്ചയിൽ പങ്കെടുത്ത ആളും ഞാൻ. ആശാ വർക്കർമാരും അങ്കണവാടി വർക്കർമാരുടെയും ഓണറേറിയും ഇപ്പോൾ ഉള്ള തുക എത്രയാണെന്നറിയാലോ, അത് 25-ഉം 24-ലേക്കും ഒക്കെ വർദ്ധിപ്പിക്കണം. 24,000 രൂപയെങ്കിലും 25,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും പാർലമെന്റിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി ആയിക്കൊണ്ടാണ് ഈ വരാൻ പോകുന്ന നാളുകളിലും ജനങ്ങൾക്ക് മുൻപിലേക്ക് ധൈര്യസമേതം ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്. അതായത് ഡൽഹിയിൽ പോയി നമ്മൾ ഇവിടുന്ന് കണ്ട ഒരു പെങ്ങളുട്ടിയല്ല കണ്ടത്, ഒരു പോരാട്ട വീര്യമുള്ള ഒരാളെയാണ് നമ്മൾ ഡൽഹിയിൽ പോയി പലപ്പോഴും കണ്ടിട്ടുള്ളത്. രമ്യ ഹരിദാസ് പോയി പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പല അജിറ്റേഷൻ നയിക്കുന്നത് കണ്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ മാറ്റം വന്നു? ഈ നമ്മൾ ഇവിടെ കണ്ടിരുന്ന ഒരു പാവം പാട്ടുകാരി അല്ലെങ്കിൽ ജനങ്ങളുമായി സ്നേഹം പങ്കിടുന്ന ഒരു ആൾ അവിടെ ചെന്നപ്പോൾ എല്ലാം മാറിയിരുന്നു. ആ രൂപാന്തരം വന്ന എങ്ങനെയാണ്? കാരണം ഇവിടെ എൻ്റെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുത്തെ ജനങ്ങളുടെ മുൻപിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഇത് ഇവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് ഞാൻ. പക്ഷേ അവിടെ പാട്ട് പാടുകയും
അവിടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവരെ സന്തോഷത്തിലും അവർ തമാശ പറയുമ്പോഴും അവരൊരു കഥ പറയുമ്പോഴും അവരൊരു കാര്യം പറയുമ്പോഴും കേട്ടു നിൽക്കുകയും ചെയ്യുന്ന അതേ സമയം തന്നെ പാർലമെന്റിനകത്ത് എൻ്റെ മണ്ഡലംകാർക്ക് വേണ്ടി നിഷേധിക്കപ്പെടുന്ന പല കാര്യങ്ങൾക്കും ശബ്ദിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം അതിൽ അടിവരയിട്ട് പറയുന്നത്, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ഇതൊരു അധികാര ഒരു ഉത്തരവാദിത്തമാണ്. പാർലമെന്റ് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ അധികാരം അഹങ്കാരത്തോടു കൂടി എൻ്റെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുവാനുള്ളതല്ല എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ജനങ്ങളോട് ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുവാനുള്ള ഉത്തരവാദിത്തമല്ല ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ മണ്ഡലംകാർ. അവരോട് ഞാൻ ചിരിച്ച് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ കുശലം അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന അതേ സമയം തന്നെ ഡൽഹിയിൽ എത്തുന്ന സമയത്ത് നേടിയെടുക്കുകയാണ്. അവിടെ തമാശ പറയല്ല, അവിടെ കിട്ടേണ്ടത് ചോദിച്ചു മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്തം. അവിടെ നമുക്ക് പറയാനുള്ളത്, സഭയിൽ ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അത് തടയാൻ ശ്രമിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ വിഷയങ്ങൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്, ഒരു പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വരുന്ന സമയങ്ങളിൽ സഭയിൽ ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് എന്ന് കരുതി അവിടെ ഞാൻ അത് പറയുകയും അത് പ്രവർത്തിക്കുകയും ആ രീതിയിൽ അവരോട് സംസാരിക്കുകയും വേണം. അത് എൻ്റെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് അത് പ്രയോഗിക്കുക എന്നുള്ളത് ഒരു നല്ല പൊതുപ്രവർത്തകയ്ക്ക് ചേർന്ന ശൈലിയല്ല. അതാണ് പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്നത്. അധികാരം ഒരാളിൻ്റെ മേലെ അവനെ അടിച്ചമർത്തിക്കൊണ്ട് അവൻ്റെ മേലെ ആ അഹങ്കാരവും ധാർഷ്ട്യവും അടിച്ചേൽപ്പിക്കുന്നതേ അല്ല, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നേടിയെടുക്കാൻ പറ്റുന്നിടത്ത് പോയിട്ട് അത് നേടിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അതാണ് ഇതുവരെയും നമ്മൾ നാളുവരെ ചെയ്തത്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലെ പോലീസിന്റെ വലിച്ചഴക്കലും നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല അവര് വളരെ, കാരണം നമുക്ക് കാലിൽ ബൂട്ടിട്ട് കാലിൽ ചവിട്ടി നിന്ന് ഞങ്ങളെ കൈതിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിച്ചിഴയ്ക്കും. ഒരു ജനപ്രതിനിധിയോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് ചിന്തിക്കാതെ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ അന്നും പറഞ്ഞു, ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അത് കർഷകന് വേണ്ടിയിട്ട് ഡൽഹിയിൽ സമരം നടത്തിയതിലും അതേപോലെ തന്നെ പല ആളുകളുടെ വെറുതെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലും മണിക്കൂറുകളോളം ഓരോ ആളുകളെ ഓരോ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന കാര്യം. ഇപ്പൊ രാഹുൽജിയുടെ കാര്യം നിങ്ങൾക്കറിയാം. രാഹുൽജി കാശ്മീർ വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ജോഡോ യാത്ര നടത്തിയതും അദ്ദേഹം കൊണ്ടിരിക്കുന്ന മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയാണ്. സഭയ്ക്കുള്ളിൽ നട്ടെല്ലുയർത്തി ആ ഭരിക്കുന്ന സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയുന്ന ആർജവമുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ വേട്ടയാടപ്പെടുന്ന സമയങ്ങളിൽ പോലും ഞങ്ങൾ തെരുവുകളിൽ പോയിട്ടുണ്ട്. അത് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെയാണ് എങ്കിൽ നാളെ അത് മറ്റാർക്ക് നേരെയും അതുണ്ടാകാം. അതിനുശേഷവും അത്ര സമാന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്ക് നേരെ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ചെയ്യുന്നത് ന്യായമാണോ അല്ലാതെ നീതിക്ക് നിരക്കാത്തതാണോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഇടപെടും. അപ്പൊ അങ്ങനെ വരുമ്പം തെരുവുകളിൽ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും സമരം ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ഭരണപക്ഷത്തിൻ്റെ BJPയുടെ ഒരു നോട്ടപ്പുള്ളിയായി മാറിയതിൻ്റെ ഒരു കാര്യമല്ലേ രമ്യ ഹരിദാസിനെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്നുള്ള സംഭവം? അതെന്താണ്? കാരണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പാർലമെന്റ്. ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് അമ്മൂമ്മ കഥ പറഞ്ഞു തന്ന ഇന്ദിരാഗാന്ധി ഇരുന്ന പാർലമെന്റിൽ, രാജീവ് ഗാന്ധി ഇരുന്ന പാർലമെന്റിൽ, ഡോക്ടർ മൻമോഹൻ സിംഗ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും ഭക്ഷ്യ സുരക്ഷയ്ക്കുമൊക്കെ നയപരമായ തീരുമാനമെടുത്ത ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം മത്സരിക്കുവാനും സോണിയാജിയോടൊപ്പം ഇരിക്കുവാനും ആ സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കണ്ട ഒരു പാരമ്പര്യമുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ
തിരിച്ചു പിടിച്ച് വാർത്തെടുത്ത ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പൈതൃകമുള്ള പാർലമെന്റിലേക്ക് പടികടന്ന് ചെല്ലുമ്പോൾ ചർച്ച ചെയ്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചേർന്നുകൊണ്ട് ചർച്ച ചെയ്ത് അതിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം നടപ്പാക്കുന്നതാണ് നമ്മുടെ ഭരണഘടനാ സംവിധാനം. ആ ചർച്ചയാകേണ്ട വേദി നിഷേധിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്ലക്കാർഡ് ഉയർത്താൻ, പ്രതികരിക്കാൻ അതെന്റെ അവകാശമാണ്. ആ അവകാശം സഭയ്ക്കുള്ളിൽ നിഷേധിക്കപ്പെടുമ്പോൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഒട്ടനവധി സമയങ്ങളിൽ. അതിൽ സസ്പെൻഷൻ ആയിട്ടുണ്ട്, അതിൽ വാക്കുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന ശാസന സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നടക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ കൈകാര്യം ചെയ്യുവാൻ മറ്റ് എംപിമാരും അവിടുത്തെ മാർഷൽ ഉൾപ്പെടുന്ന അവിടുത്തെ സെക്യൂരിറ്റി ടീമും കയ്യേറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയായി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതിലൊരു എം പിക്കെതിരെ ഒരു കേസ് രാജസ്ഥാൻ എം പിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു എം പി പിടിച്ചു വെച്ച് കൊടുക്കുകയാണ്, അപ്പൊ അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പരിക്ക് പറ്റിയ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണ സമയത്ത് പരിക്ക് പറ്റി ഷോൾഡറിന്റെ വിഷയം നിൽക്കുന്ന സമയത്താണ് സഭാ നടപടിക്രമങ്ങളുമായിട്ട് പോകുന്നത്. അതേ ഷോൾഡർ, ആ പരിക്ക് പറ്റിയ ഷോൾഡർ ഒരു എം പി പിടിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഈ പ്ലക്കാർഡ് ഉയർത്തിയ സമയത്ത് ഈ പ്ലക്കാർഡ് തിരിച്ചു പിടിച്ച് അതേ കയ്യിന് മേലെയാണ് പിടിച്ചമർത്തുന്നത്. എന്നിട്ട് മറ്റൊരു സെക്യൂരിറ്റിക്കാരൻ കാലിൽ ഷൂ ഇട്ടിട്ട് ചവിട്ടി നിൽക്കുകയാണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണില്ലേ, ചിലപ്പം ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ അവര് ആ ഷൂ ഇട്ടിട്ട് ആ നായകൻ വില്ലന്റെ കാല് ചവിട്ടി അരയ്ക്കുന്ന പോലെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം വളരെ വേദന ഉണ്ടായിട്ടുണ്ട്. കാരണം സഭാ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിൽ അസഹിഷ്ണുത, ചർച്ച ചെയ്യാൻ മടിയുണ്ടായ സാഹചര്യം. എന്തിനാ ആരെയും ഭയക്കുന്നത്? അപ്പൊ അവിടെയും ഭയമുണ്ട്, ഞങ്ങളുടെ ചോദ്യങ്ങളെ ഭയമുണ്ട്, ഞങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചകളെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അടിച്ചമർത്താൻ നോക്കുന്നത്. ഒരു എം പി ഐ എന്നറിയപ്പെടുമ്പോൾ ലോകം മുഴുവൻ ജനങ്ങൾ കംപ്ലീറ്റ് അംഗീകരിക്കപ്പെടുന്നു, നമുക്ക് ഭയങ്കര അധികാരം വന്നു എന്ന് കരുതുന്നു. പക്ഷെ നമ്മൾ പാർലമെന്റിൽ തന്നെ ഇത്തരത്തിൽ എം പിമാർക്ക് ഇങ്ങനെ അനുഭവമാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി തുടർന്നിട്ട് ഇനി? അവർക്ക് ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവം നടക്കുന്നത്. അതാ പറയുന്നത്, നമ്മള് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ജനങ്ങളാൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ ജനങ്ങളെ മറന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം നീചമായ പ്രവൃത്തികൾക്ക് സഭയ്ക്കുള്ളിൽ പോലും നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നത്. ഞാൻ പ്രതിനിധീകരിക്കുന്നത് എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ഒരു തീരുമാനത്തിൽ ഒപ്പുവെക്കാൻ പോകുമ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ചുമരുകളിലുണ്ട്. നാം ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാധാരണക്കാരനായ വ്യക്തിക്ക് ആ തീരുമാനം എങ്ങനെ പ്രയോജനപ്പെടും എന്നാലോചിച്ചിട്ട് വേണം അതിൽ ഒപ്പുവെക്കാൻ. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇവിടുത്തെ നെൽ കർഷകന് ആ പാർലമെന്റിൽ എടുക്കാൻ പോകുന്ന തീരുമാനം ഗുണമാവുമോ അവന് ദോഷം ചെയ്യുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഒപ്പിടാൻ പോവുക. കുത്തക മുതലാളിമാർക്ക് കാർഷികോൽപ്പന്നങ്ങൾ ഒരുമിച്ചൊരു ഗോഡൌണിൽ വെച്ച് ഒരു കുടക്കീഴിൽ ലാഭത്തിന് കൊയ്യാൻ വേണ്ടി, ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ എൻ്റെ താഴെ തട്ടിൽ അധ്വാനിച്ച് രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കഞ്ഞിവെള്ളം കുടിച്ച് പാടത്ത് പോകുന്ന, ഒരു മുണ്ടെടുത്തുകൊണ്ട് പാടത്ത് പോകുന്ന കർഷകരെ കുറിച്ചായിരിക്കണം എൻ്റെ ചിന്ത. അവിടെ ചിന്ത വരുന്നത് ഒരു സൂപ്പർ മാർക്കറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഒരു കുടക്കീഴിലേക്ക് എല്ലാ പച്ചക്കറികളും ആ പാടത്തിന് ഒരുമിച്ച് കർഷകനൊരു പാക്കേജ് കൊടുത്തിട്ട് ആ കർഷകന്റെ കയ്യിൽ നിന്ന് തുച്ഛമായിരിക്കുന്ന വില കൊടുത്ത് അവന്റെ ജീവിതം മുഴുവൻ വഴിമുട്ടിച്ചിട്ട് ആ തുക ഇവിടെ കൊണ്ടുവന്ന് വിപണിയിൽ വലിയ മാർക്കറ്റുകളിലേക്ക് സ്റ്റോക്ക് വെച്ച് വിൽക്കാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ് സഭയിൽ ആ തീരുമാനം എടുക്കുന്നത് എങ്കിൽ ഈ കർഷകന് വേണ്ടിയിട്ട് ഗാന്ധി പറഞ്ഞ പോലെ ഈ ജീവിതം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഒപ്പിടാനേ പറ്റുള്ളൂ നമുക്ക്. അതായത് ഇവിടെ നിന്ന് പോയ രമ്യ ഹരിദാസ് പിന്നീട് ഗർജിക്കുന്ന സിംഹത്തെ പോലെയോ അല്ലെങ്കിൽ ഈറ്റപ്പുലിയെ പോലെ പിന്നെ പോരാടുന്നത് നമ്മൾ കണ്ടു. അത് പാട്ട് തന്നെ വേറെ തരത്തിലേക്ക് പോയി. പുത്രി ഭാരത്താൽ ദുശകമാണ് എന്ന് പറയുന്ന
ഒരു പാട്ടൊക്കെ അതാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ, വരികൾ എനിക്ക് ശരിയാണെന്ന് അറിയില്ല. അത് കേരളത്തിൽ മുഴുവൻ അലയടിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരമാണ് ആ പാട്ടിലൂടെ. ആ പാട്ടൊന്ന് നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ. പഴയൊരു നാടകഗാനം തന്നെയാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഗാനമാണ്. അതിലുള്ള വരികളാണ് ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാ, അങ്ങനെ പറയുന്ന വരികളാണ്. അപ്പൊ ഞാനത് ആ വരി ഒന്ന് ആ സമര പരിപാടി സമകാലീന വിഷയമായിട്ട് മാറ്റിപ്പാടി. കാരണം ഇപ്പൊ ഞാൻ എന്നുള്ളതല്ല, ഒരു ജനപ്രതിനിധിയാണ് എങ്കിലും നമ്മളിൽ ഒരു പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം നമ്മളെ മുൻപിലുള്ളത് ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് തൻ്റെ മകൾക്കോ തൻ്റെ മകന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയിലേക്ക് ഒരു ഫണ്ട് ശേഖരിക്കുന്നതിനോ വേണ്ടിയിട്ട് ജനപ്രതിനിധികൾ വഴിമാറിപ്പോകുന്ന സമയങ്ങളിൽ അതിൽ സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങളും പ്രതികരിക്കും. അപ്പോൾ ആ പ്രതികരണത്തിന്റെ ഭാഗമായി നടത്തിയ സമരങ്ങളിൽ പലപ്പോഴും ആളുകൾ പാട്ടുപാടാൻ പറയുമ്പോൾ ആ സമരത്തിന് ആവശ്യമായിരിക്കുന്ന പാട്ടുകൾ നമ്മൾ പാടും. കാരണം നമ്മൾ പ്രകൃതികളെ ഇത്രയധികം ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും എന്ന് പറയുമ്പം വരാൻ പോകുന്ന നാളുകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ആശയങ്ങളും ആരൊക്കെയോ കരുതി വെച്ച ഒരു പ്രകൃതി സമ്പത്ത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യണം. അത് വരുന്ന നാളുകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഓരോരോ സാഹചര്യങ്ങളുണ്ട്. അപ്പം അത് എങ്ങനെയാണോ നമ്മൾ ജനങ്ങളോട് പറയുക, ആ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അത് പറയാനും പാടാനും സാധിക്കും. ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ നാടകങ്ങള്, തെരുവ് നാടകങ്ങള്, പാട്ടുകളുമായിട്ടൊക്കെ പാർട്ടി വളർത്തിയ ആളുകൾ ആ കാലഘട്ടത്തിൽ പാർട്ടിയെ വളർത്താൻ വേണ്ടി ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ, ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇത്തരത്തിൽ നാടകഗാനങ്ങളിലൂടെ അവതരിപ്പിച്ചു. ആ നാടകഗാനം ഇന്ന് പ്രസക്തിയുള്ള ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത്. ആ പാട്ടൊന്നും കൂടി അതിന്റെ വരി ഞാൻ ആ സമയത്തൊന്ന് ഡൈവേർട്ട് ചെയ്ത് അതിനകത്ത് പാടിയെന്നേ ഉള്ളൂ. എന്നിരുന്നാലും അതിനൊരു ഭയങ്കര സ്വീകാര്യതയായിരുന്നു. അതിന്റെ വരി എന്ന് പറയുന്നത് അത് ആ സമയത്ത് ഉള്ള സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടായിരുന്ന ഒരു വരിയാണ്. അപ്പം അത് ഒത്തിരി ആളുകൾ അതിനെ സ്വീകരിച്ചു. ഒത്തിരി ആളുകൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി എല്ലാ തരത്തിലും അഴിമതി നടത്തുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, ഡോളർ കടത്ത് നടത്തുന്നു, ലൈഫ് മിഷൻ തട്ടിപ്പ് നടത്തുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊരു സംഭവം. മാസപ്പടി വാങ്ങുന്നു, അവസാനം മാസപ്പടി വാങ്ങേണ്ട തെളിവുകൾ പുറത്തു വരുന്നു, കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള ഒരു സംഭവം ദൂർത്ത് നടത്തുന്നു. അപ്പം അതാണല്ലോ അതിൻ്റെ വിഷയം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ടുപാടി അത് സാറ് കഷ്ടപ്പെട്ടുകൊണ്ട് സാറിൻ്റെ ജോലിയിൽ നിന്ന് ഉപജീവനം നടത്തി സാറിൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അത്രയും സമ്പാദ്യം നേടുന്നതിന് ജനങ്ങളാരും എതിർപ്പല്ല. പക്ഷേ സാറിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി കസേരയിലോ ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുമ്പോഴോ ഇത്തരം രീതിയിലുള്ള സാമ്പത്തികം സ്രോതസ് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാവട്ടെ ആർക്കു വേണ്ടിയുമാകട്ടെ അത് ശേഖരിക്കുക അല്ലെങ്കിൽ ആ സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളത് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെയൊക്കെയുള്ള നടപടിക്രമങ്ങളൊക്കെ എടുത്തു പോകുന്നു. ഇപ്പൊ നമുക്ക് കാണാം, മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഒരു കാരണവും ഇല്ലാതെ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേസെടുക്കാൻ പോയി. ഇപ്പൊ സാറിന് തന്നെ എടുത്തു. അതേപോലെ ഒത്തിരി ആളുകൾക്കെതിരെ, മാധ്യമ പ്രവർത്തകർക്കെതിരെ, മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഓൺലൈൻ മീഡിയക്കെതിരെ ഒക്കെ കേസെടുക്കുന്നത്. അതായത് കേരളത്തില് ലാവ്ലിംഗ് കേസിലൂടെയാണ് ശ്രീ പിണറായി വിജയന്റെ ആദ്യമായിട്ടൊരു സംഭവം വരുന്നത്. ക്രൈമാണ്. അതിന്റെ അതാണല്ലോ എൻ്റെ ഓഫീസ് ആക്രമിച്ചതും റിയാസ് അങ്ങനെ നേതാവായി മാറിയതും 2005 ഫെബ്രുവരി എൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടായ രേഖകളാണല്ലോ. നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അന്ന് കടത്തിക്കൊണ്ട് പോകുന്നതിന് ആ സമയത്തുണ്ടായിരുന്ന ക്രൈമിന്റെ ഈ മാഗസിൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന പലരും
ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഈ എന്റെ കൈവശമില്ല, എന്റെ കൈവശമുള്ള കത്തിച്ച് 2005 വരെയുള്ള എന്റെ വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു. ഞാൻ പുറത്തു കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ലാവ്ലിംഗ് കേസ്. ആ ലാവ്ലിംഗ് കേസാണ് കേരളത്തിൽ പിണറായി വിജയനെതിരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ കൃത്യമായി തെളിവോട് കൂടിയിട്ട് അന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ഇന്നത്തെ മാതിരിയല്ല, ഇന്നിപ്പോൾ കടന്നാക്രമിക്കുകയാണ് എല്ലാവരും. ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തെ മുഖ്യമന്ത്രി ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള രൂപത്തിൽ അദ്ദേഹം എത്തിച്ചു തന്നിരിക്കുകയാണ്. കാരണം അത്രയ്ക്കും അഴിമതികളും ദൂർത്തും അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ തുടക്കത്തിൽ ഞാനായിരുന്നു, എന്നെ എൻ്റെ ഓഫീസ് ആക്രമിച്ചു, എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ടും ഞാൻ ലാവ്ലിംഗ് കേസിൽ CBI അന്വേഷണം കൊണ്ടുവന്നു, അത് കോടതി നിരീക്ഷണത്തിൽ കൊണ്ടുവന്നു, പലതരത്തിൽ പോരാട്ടം നടത്തി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 38 തവണ ബെഞ്ച് വഴിയും 22 തവണ രജിസ്ട്രി വഴിയും ആരും അറിയാതെയും മാറ്റി വെച്ചിരിക്കുന്നു. 6.5 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ജനപ്രതിനിധിയായ, കേരളത്തിൻ്റെ ഏറ്റവും ശക്തിയായ ജനപ്രതിനിധിയായ രമ്യ ഹരിദാസൻ എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഈ കാര്യം ഉന്നയിക്കാത്തത്? 100% അങ്ങ് പറഞ്ഞ ഒരു കാര്യം, കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയങ്ങളിൽ അതിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളത് പാർട്ടിയുടെ പരമായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അഴിമതി നടത്തി പോകാൻ അതിൽ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ ഒരു തവണ ഒരു കള്ളം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കള്ളം ചെയ്യാനുണ്ടാകുന്ന ആളുകളുടെ ഒരു പ്രേരക ശക്തിയുണ്ട്, ഇനിയും ഇത് ഈസി ആയിട്ട് മറികടക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം അത്തരം അഴിമതിക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഒരു ശൃംഖലയായിട്ട് ഇപ്പോൾ മാറി. അതിന് ഭരണത്തിലിരിക്കുന്നവർ, പ്രത്യേകിച്ച് കേരളത്തിൽ ആ പദത്തിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ആള് തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, ജനങ്ങൾ ഇതെല്ലാം വായിക്കുന്നുണ്ട്, ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അറിവുള്ളവരാണ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, അതായത് കോടതി കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് സത്യം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോസിക്യൂട്ടർ, അതായത് CBIയുടെ പ്രോസിക്യൂട്ടർ, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, അമിത്ഷായുടെ ഗുജറാത്തിലെ കേസുകളെല്ലാം നോക്കിയിരുന്ന അഡ്വക്കേറ്റ്, അദ്ദേഹം ഓരോ തവണയും വന്നിട്ട് പറയുകയാണ് ഈ കേസ് മാറ്റിവെക്കണം എന്നുള്ളത്. ഇത്തരം കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്നുള്ള വിധി നിലവിലിരിക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അഭിഭാഷകൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നതിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റാണ്, BJP ഗവൺമെൻറ്റാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് എന്ന് സത്യസന്ധമായി പുറത്തു വന്നിരിക്കുക. ഇത്തരം കാര്യങ്ങളിൽ അതിൽ കോടതിയുടെ ഇടപെടലോ കോടതി നടപടി പ്രശ്നങ്ങളോ ഇല്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും അഞ്ഞടിക്കാവുന്ന സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസൻ അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരുന്നത്? ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രവും കേരളവും തമ്മിൽ, ഞാൻ പറയുന്നത് കേന്ദ്രം എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പതിപ്പായിട്ടാണ് കേരളം ഇവിടെ ചെയ്യുന്നത്. ഇപ്പം കേന്ദ്രത്തിനകത്ത് പോലും ഇപ്പോൾ പല വിഷയങ്ങളും, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പല രീതിയിലും പല അന്വേഷണങ്ങളും വന്നിട്ട് എത്തിപ്പെട്ട് തിരിച്ചു പോകുന്നുണ്ട് എങ്കിൽ അവിടെ അന്തർധാര എവിടെയോ ഒരു സജീവമാണ് എന്നുള്ളത് പരസ്യമായ, സജീവമാണെന്നല്ല 100% സത്യസന്ധമായ തെളിവാണിത്. അതെ, അപ്പോൾ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണ്. അപ്പം അവരുടെയൊക്കെ ലക്ഷ്യം ആരാന്നറിയാമോ? കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അജണ്ടയും കേരളത്തിൽ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് കോൺഗ്രസിനെ തകർക്കാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വ്യതിചലിപ്പിച്ച് കൊണ്ടുപോയവരും അതിനകത്ത് ചേർന്ന് നിന്നുകൊണ്ടാണ് പോകുന്നത്. അപ്പം രണ്ട് കൂട്ടരുടെയും മുഖ്യ ശത്രു ഇന്ത്യയിലും കേരളത്തിലും ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ്. അപ്പം ഈ വിഷയങ്ങൾ സഭയിലേക്കല്ലെങ്കിലും അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ കൊണ്ടുവന്നാലും എടുത്തടിക്കുവാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നടപടി എടുക്കുവാനോ ഇന്ന് കേന്ദ്രത്തിലിരിക്കുന്നവർ തയ്യാറല്ല. അവരും ആലോചിക്കുന്ന ആർക്കിട്ടടിക്കാനാണ്? കോൺഗ്രസിന് എങ്ങനെ ഇല്ലായ്മ ചെയ്യും. പക്ഷേ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഒരിക്കലും കണക്കാക്കുന്നില്ല ഇന്ന് കോൺഗ്രസിനെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചവർ നാളെ തങ്ങളുടെ പാർട്ടിയെ കൂടി ഇല്ലായ്മ ചെയ്യാൻ
ശ്രമിക്കുമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലില്ല. ഇവിടെ ഈ കേസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് വടക്കാഞ്ചേരി ലൈവ് മിഷൻ തട്ടിപ്പ്. നമ്മുടെ ഈ പാലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഉള്ള വടക്കാഞ്ചേരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സ്ഥലത്ത് 19 കോടി രൂപയിൽ 9 കോടി രൂപയും തട്ടിയെടുത്ത പിണറായി വിജയൻ ലൈഫ് ചെയർമാനായിട്ടുള്ള ഇതിലെ പിണറായി വിജയൻ ഇന്നുവരെ ചോദ്യം ചെയ്യാൻ പോലും CBIയോ എൻഫോഴ്സ്മെൻറ്റോ തയ്യാറായിട്ടില്ല. ഇത്തരം കാര്യങ്ങളിലും നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ ആരോപണമാണ് നമ്മളുടെ. ലൈഫുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് പരാതി കൊടുത്ത ആളാണ്. അപ്പം ആ പരാതി കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരെണ്ണം മാത്രമാണ് നമുക്ക് തെളിവ് സഹിതം കിട്ടിയിരിക്കുന്നത്. 9 കോടി. എത്ര പൈസ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാകും. എത്രയോ തുക സാധാരണക്കാരനായിരിക്കുന്ന പാവപ്പെട്ടവർ വീട് കൊടുക്കാനെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന എത്രയോ തുകകൾ ഇതിനകം തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. നമ്മുടെ മുൻപിലാകെ ഈ ഒരു പദ്ധതി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തുള്ള വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്വേഷണം ചെന്നെത്തുമ്പോഴേക്കും ആ അന്വേഷണം പൂർത്തിയാക്കേണ്ട ആളുകൾ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു അറ്റത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവിടെ കച്ചവടം ചെയ്തു പോവുകയാണ്. കച്ചവടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും BJP എടുത്തിരിക്കുന്ന നിലപാടെടുത്ത് നോക്കിയാൽ ഡൽഹിയിൽ കെജ്രിവാളിന് നോട്ടീസ് അയക്കുന്നു, അവിടെ തന്നെ മറ്റൊരു മന്ത്രിയെ പിടിച്ചകത്താക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഒരു 2 മന്ത്രിമാരെ പിടിച്ചകത്താക്കിയിട്ടിരിക്കുന്നു. കർണാടകയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ DK ശിവകുമാറിനെ നിരന്തരമായി ചോദ്യം ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കും. എന്നിട്ടും എല്ലാ തരത്തിലും അഴിമതികൾ നടത്തി തെളിവുകൾ ഓരോന്നും ഉണ്ടെന്നും പ്രധാനമന്ത്രിയും അതേപോലെ അമിത്ഷായും വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ തൊടാത്തത്? അതാ ഞാൻ പറഞ്ഞത്, അത് വളരെ അന്തർധാര വളരെയധികം സജീവമാണ്. കാരണം കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതെയാക്കണം. കാരണം മറ്റ് സംസ്ഥാനത്തൊന്നും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ. കോൺഗ്രസ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തകരുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്താൽ ഉണ്ടാകാവുന്ന ലാഭം CPM വന്നാലും അല്ലെങ്കിൽ CPMന് കൂട്ടുകൂടി നിന്നാലും കോൺഗ്രസിനെ ഇല്ലാതെയാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്ന ആരോ ആ പ്രസ്ഥാനങ്ങളെയൊക്കെ നിയന്ത്രിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള നമ്മൾ ഈ ഇലക്ഷനെ നേരിടുമ്പം നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണ് ഈ ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ വരുന്നത്? കാരണം ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. ആളുകളുടെ ജീവിത നിലവാരം ഇന്ന് ഏറ്റവും താഴെ സ്ഥിതിയിലേക്ക് പോയിരിക്കുക. വിലക്കയറ്റം അത് നമുക്ക് പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജീവിത നിലവാരത്തിലേക്ക് മെച്ചപ്പെടുത്താൻ ഭവനരഹിതരായിരിക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒത്തിരി കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായിരിക്കുന്ന പാക്കേജ് പാലക്കാട് ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഉണ്ടാക്കുന്ന ചെറുകിട കർഷകരെ അല്ലെങ്കിൽ ചെറുകിട സംരംഭകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണി ഇല്ലാതെ പോകുന്നത് വലിയ രൂക്ഷമായിട്ട് വരാൻ പോകുന്ന സാഹചര്യം. പഠിക്കാൻ മിടുക്കരായിരിക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഈ നമ്മുടെ സംസ്ഥാനത്ത് അത്തരം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ മേഖലയില്ലാതെയും അതേപോലെ തന്നെ തൊഴിൽ ഇല്ലായ്മയും വലിയ രൂക്ഷമായിട്ട് വരികയാണ്. ഇപ്പോൾ യുവാക്കൾ ഇറങ്ങുന്നവരൊക്കെ പഠിച്ചിറങ്ങുന്നവർ നല്ല കഴിവുള്ള ആളുകളാണ്. പല ആളുകളും ഇവിടെ ഒരു തൊഴിൽ സാധ്യതയും ഇല്ല, എങ്കിൽ ശരി പുറത്തു പോയേക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇവിടെ തന്നെ അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന കഴിവുകൾ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പാക്കേജുകൾ ഒക്കെ തയ്യാറാക്കി കൊണ്ടുപോയാൽ മാത്രമേ നാടിന് നമുക്ക് തിരികെ പിടിക്കാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, സ്ത്രീ ഇന്ന് വനിതാ ദിനം കൂടിയായപ്പോൾ ഞാൻ എടുത്തു പറയാണ്, സ്ത്രീകൾ പലപ്പോഴും പല ഇടങ്ങളിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളിപ്പോൾ സ്ഥിരം കാഴ്ചയായിട്ട് കാണാം. പണ്ട് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരുന്ന ന്യൂസുകളെല്ലാം ഇപ്പോൾ ഡെയിലി ന്യൂസ് പോലെയായിട്ട് കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും അത് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന വലിയ വലിയ ആളുകൾ. ലഹരിയിലേക്ക് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നു. സ്കൂളിൻ്റെ പഠിക്കൽ നിന്ന് ലഹരിയിലേക്ക് കൊണ്ടുപോകാനുള്ള മാഫിയ നിൽക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന രീതിയിലേക്കൊക്കെ ഈ നാട് മാറിപ്പോകുമ്പോൾ അതിനെയൊക്കെ തിരികെ കൊണ്ടുവന്ന് അവർക്കൊക്കെ ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം, ഒരു തൊഴിൽ, ഒരു ജോലി കൊടുക്കുന്നത്, തൊഴിലില്ലായ്മയിൽ നിന്നും തൊഴിൽ ഉറപ്പാക്കിക്കൊണ്ട് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ വഴി മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ട് ആയിരിക്കണം ഇനി വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ നാടിന് നമുക്ക്
പുനഃസൃഷ്ടിച്ചെടുക്കേണ്ടത്. അതിനുള്ള വലിയൊരു പോരാട്ടം കൂടിയാണ് ഉള്ളത്. അതോടൊപ്പം എടുത്തു ചേർത്ത് പറയേണ്ടത്, നമ്മൾ പഠിക്കുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന തൻ്റെ സുഹൃത്ത് ഏത് മതമോ ജാതിയോ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. ഇന്ന് പലപ്പോഴും വർഗീയതയുടെ വിഷം കുത്തിവെച്ച് അതുപോലും ചോദിക്കുന്ന രീതിയിലേക്ക് വഴിമാറി പോകുമ്പോൾ ആ വർഗീയതയ്ക്ക് സ്ഥാനമില്ല. ഈ രാജ്യം മതേതരത്വത്തിൻ്റെതാണ്, മതേതരത്വം മുറുകെ പിടിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഈ നാട് രാജ്യത്തിന് തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ആ മതേതരത്വം, ആ ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. രമ്യ ഹരിദാസിനെതിരെ കഴിഞ്ഞ പ്രാവശ്യം നിന്നിരുന്ന ബിജു, അദ്ദേഹത്തിനെതിരെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും വരികയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അടക്കം AC മൊയ്തീൻ്റെ വീടടക്കം റെയ്ഡ് ചെയ്തിട്ടും യാതൊരു നടപടികളും പിന്നീട് വന്നതായി കാണുന്നില്ല. എന്താണ് കാരണം? അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമാണ്. അതെല്ലാം അന്വേഷണം പോകുന്നു, കേസുകൾ പോകുന്നു, അതിൽ പണം നഷ്ടപ്പെട്ടവരുണ്ടാകുന്നു, നിക്ഷേപകരുണ്ടാകുന്നു. ആ നിക്ഷേപിച്ചവർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ അതിനകത്ത് അതൊരു അഴിമതി യാത്രയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനകത്ത് പോയി പരാതി കൊടുത്തവർക്ക് പോലും തിരിച്ചു കിട്ടിയിരിക്കുന്ന മറുപടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവും K. സുധാകരൻ MP കൂടി നയിച്ച സമരാഗ്നിയിൽ അതിലെ രാവിലെ ജനകീയ ചർച്ചയ്ക്കകത്ത് വന്ന പരാതി പറഞ്ഞതും നമ്മൾ കേട്ടു. ഭൂരിഭാഗം ആളുകളും അത്തരം സഹകരണ മേഖലയെ അകറ്റി നിർത്തുന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചത് ഈ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളാണ്. എല്ലാ സർവീസ് സഹകരണ സ്ഥാപനങ്ങളും കരുവന്നൂർ പോലെയല്ല. പക്ഷേ ആ കരുവന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ മറ്റു പല സ്ഥാപനങ്ങളും പഴിചാരപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ എന്നിട്ടും ആ കേസ് എവിടെയൊക്കെ ഒതുക്കി നിർത്തി. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അന്തർധാര സജീവമായതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഇലക്ഷനിൽ വലിയ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്, ഒരു മന്ത്രിയാണല്ലോ. അദ്ദേഹത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇല്ല, അദ്ദേഹവും ഞാനും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരമോ അല്ലെങ്കിൽ വീട്ടിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ. രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരം. അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന്റെ പിന്നിൽ എന്താണ്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പം അപ്പുറത്ത് ആരായിരുന്നാലും അതിപ്പം X or Y അത് അനിൽ അക്കര എന്നോട് പറഞ്ഞ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ ചില കാര്യങ്ങൾ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഒരു മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുന്നത് വരുമ്പോൾ തടസ്സമായി നിൽക്കാതിരിക്കാൻ കൂടിയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് പറയുന്നത്. എന്താണ് രമ്യ ഹരിദാസൻ അത്തരമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് അങ്ങനെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ആരായിരുന്നാലും നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ്. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ, കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 56 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റിയും 1133 വാർഡും ഉള്ള ആലത്തൂർ പാർലമെന്റ് മണ്ഡലം 7 നിയോജകമണ്ഡലം 2 ജില്ലകളിൽ തമിഴ്നാടിനോടും മലപ്പുറം ജില്ലയോടും അതിർത്തി പങ്കിടുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ മുഴുവൻ പ്രദേശങ്ങളിലും, അതായത് നഗരസഭ 3 പഞ്ചായത്തുകൾ 56 മുഴുവൻ പഞ്ചായത്തുകളിലേക്കും ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവാണ്. പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് 2 വർഷത്തെ തുക റദ്ദ് ചെയ്തു പോയി. അതിനുശേഷം വന്ന MP ലാഡ്സും കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളും ഒക്കെ കൂട്ടിച്ചേർത്ത് നല്ലൊരു വികസന പദ്ധതികൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ മുൻനിർത്തിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ ഒരു പാർട്ട് ടൈം MP ആയിട്ടല്ല ഞാൻ വന്നിരുന്നത്. ഞാൻ അന്നും പറഞ്ഞത് ഞാനൊരു മുഴുവൻ സമയവും ഒരു ജനപ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ടാകുമെന്നാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ മുഴുവൻ സമയവും MP ആയിട്ട് ഇരുന്ന് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ആ പ്രവർത്തനത്തിന് ഏകോപനം നടത്തിക്കൊണ്ട് പോകുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ആരാണ് എന്താണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കുന്ന വിഷയമേ അല്ല. അതൊക്കെ എത്ര വോട്ടിനെ ഇത്ര പ്രാവശ്യം വിജയിക്കാം? കഴിഞ്ഞ ആഴ്ച 1.5 ലക്ഷത്തോളം വോട്ടിന് ജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ആലത്തൂരുകാര് രമ്യ ഹരിദാസ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുന്നതിന് അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ച ഒരു തീരുമാനം ഉണ്ടാകും. അത് ആലത്തൂരുകാർ നടപ്പിലാക്കും. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വീണ്ടും ആലത്തൂരിനെ പ്രതിനിധീകരിക്കാൻ ഒരവസരം ആലത്തൂരുകാർ എനിക്ക് നൽകും. അതെൻ്റെ വലിയ ആത്മവിശ്വാസമാണ്. ആ കുടുംബങ്ങളുടെ, അമ്മമാരുടെ, സ്ത്രീകളുടെ അവരുടെ ദുഃഖങ്ങളിൽ അവർ കണ്ണുനീർ വാർത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ മനോഹരമായി മനസ്സറിഞ്ഞ് ചിരിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അമ്മമാരുടെ, സ്ത്രീകളുടെ, കുടുംബാംഗങ്ങളുടെ ഒരു വലിയ പിന്തുണ എനിക്കുണ്ട്. അത് ആലത്തൂരുകാർ തീരുമാനിച്ച് അത് എന്നെ ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് തെരഞ്ഞെടുക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട്.
കേരളത്തിൽ ഇത്തവണ UDF എത്ര സീറ്റ് നേടും? കാരണം 20-ൽ 20 കേരളത്തിൽ നേടും. ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 20 MP കേരളത്തിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയക്കും. അതിനകത്തൊരു തർക്കമില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ പത്മജ വേണുഗോപാൽ, കേരളത്തിലെ ഏറ്റവും വലിയ ശക്തനായ കോൺഗ്രസ് നേതാവിൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്നലെ പോയി ലോക്സഭ ഇലക്ഷൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോയി BJP ചേർന്നത്. ഇത് എത്രമാത്രം പാർട്ടിക്ക് ദോഷം? ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഏത് ആശയത്തിൽ വിശ്വസിക്കണം എന്നുള്ളത്. ഞാൻ ഈ പാർട്ടിക്കകത്ത് KSU എന്ന് പറയുന്ന സംഘടനയിലൂടെ സമരത്തിനും ഓഫീസ് ഉപരോധിക്കാനും ഒക്കെ പോയി പ്രവർത്തിച്ചു വന്ന് യൂത്ത് കോൺഗ്രസിൽ എത്രയോ സമരങ്ങളിൽ പോലീസുമായിട്ട് യുദ്ധം ചെയ്ത് എത്രയോ കേസുകളിലൂടെ കടന്നു വന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് മറ്റൊരു പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല. കാരണം ഞാൻ അനുഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ അനുഭവിച്ചെടുത്തു വന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് അത്തരം ഒരു കാര്യങ്ങൾ ആര് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടം, അത് അവർ പോകുന്നവർ പൊക്കോട്ടെ, അതൊക്കെ അവരുടെ നിലപാട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി. കാരണം പോലീസ് സേനകളിൽ, ഞാനത് നേരത്തെ ആരോടോ സംസാരിക്കുമ്പോൾ പോലും സംസാരിച്ചു, ഉയരം കുറഞ്ഞ ആളുകളെ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് സേനയിലും അത്തരം ആളുകളെ ഉൾക്കൊള്ളിക്കുവാൻ നേതൃത്വം കൊടുത്ത ആള് കരുണാകരനാണ്. യൂണിഫോമിൽ വലിയ മാറ്റം വരുത്തിയില്ല. ഒത്തിരി നമുക്കറിയാം. പിന്നെ എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവരുന്ന സമയത്ത് സമരം ചെയ്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ അല്ലേ? ആ എയർപോർട്ട് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണ് കരുണാകരൻ. അങ്ങനെ രാജ്യത്തിന് ഇത്രയധികം ദീർഘവീക്ഷണത്തോടു കൂടി, ഇത്രയധികം കാര്യപ്രാപ്തിയോടുകൂടി, അനുഭവ സമ്പന്നതയുള്ള പ്രവർത്തകരുടെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് തൻ്റെ മുൻപിൽ എത്തിപ്പെടുന്ന പ്രവർത്തകൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുവാൻ കഴിഞ്ഞ, അതിന് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞ ലീഡർ, ആ ലീഡറുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അത് കോൺഗ്രസിന് അവകാശപ്പെട്ടിരിക്കുന്ന സമയം തന്നെ ആ പാരമ്പര്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ കണ്ട ലീഡർ, അല്ലെങ്കിൽ ഞങ്ങൾ കേട്ട ലീഡർ, ഞങ്ങളെ നയിച്ച ലീഡർ, ആ ലീഡർ തന്നിരിക്കുന്ന സംഭാവനകൾ മാത്രമാണ് ഞങ്ങളുടെ കൺമുൻപിനകത്തുള്ളത്. പിന്നെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെ ചെന്നാലും, ഒരു പൊതുയോഗം മുരളീധരൻ വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഇന്നും ഓടിക്കൂടുന്നുണ്ട്. അദ്ദേഹമാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ പോണു എന്നുള്ള വിവരങ്ങൾ. കരുണാകരൻ എന്ന് പറയുന്ന ലീഡറുടെ മകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇന്നും കാണാൻ ആളുകൾ ഓടിക്കൂടുന്നു. ഒരു നോട്ടീസ് അടിക്കണ്ട, മുരളീധരൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ പോലും മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുയോഗത്തിന് ആള് വന്ന് ചേരുന്ന ആളാണ്. ആരാണ് മുരളീധരൻ? പ്രവർത്തകരുടെ മനസ്സറിയുന്ന മുൻ KPCCക്ക് നേതൃത്വം കൊടുക്കാം. ഇന്നും പേരെടുത്ത് ചേർത്ത് വിളിക്കാൻ സാധിക്കും. അദ്ദേഹം പോയ ഇടങ്ങളിലൊക്കെ കോഴിക്കോട്ടുകാരുടെയൊക്കെ മിക്ക പേരുകളും അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാൻ സാധിക്കും. തിരുവനന്തപുരത്ത് ചെന്നാലും അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മകനും കൂടി ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ ആ കഴിവും കപ്പാസിറ്റിയും ഉപയോഗിച്ചത് ഈ പാർട്ടിക്ക് വേണ്ടിയാണ്. ആ ലീഡറുടെ ആശീർവാദവും ഇതുമെല്ലാം നമ്മളിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ തൃശ്ശൂരിൽ ടച്ച് ചെയ്യുന്ന ഒരു മണ്ഡലമാണല്ലോ ആലത്തൂര്. ഈ തൃശ്ശൂരിൽ ഇപ്പം മുരളീധരൻ മത്സരിക്കാൻ പോണു, ഡിക്ലെയർ ചെയ്യുന്നു പോണു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ സുരേഷ് ഗോപി വന്നിട്ട് വലിയ തരംഗം ഉണ്ടാക്കി എന്നൊക്കെ വലിയ പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതേപോടൊപ്പം മോദി 2 തവണ വന്നു. ഈ മുരളീധരൻ്റെ പുതിയ രംഗപ്രവേശനം എത്രമാത്രം ഗുണം ചെയ്യും? കാരണം ഇപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് നമുക്ക് പോകും. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് പാർട്ടി എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി തീരുമാനം എടുക്കാൻ പറ്റുന്ന പാർട്ടിയല്ലല്ലോ കോൺഗ്രസ്. അതേപോലെ അത് നാഷണൽ തലത്തിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി എന്താണോ ആ സമയങ്ങളിൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പാർട്ടിക്ക് വിധേയമായിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്യേണ്ടത്. അത് പാർട്ടി എങ്ങനെയാണോ പറയുന്നത്, അത് ആരോട് പറഞ്ഞാലും അത് കേൾക്കുക. അത് പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന രമ്യ ഹരിദാസിനെ ഇന്നത്തെ കാണുന്ന രമ്യ ഹരിദാസ് ആക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിയാണ്. പാർട്ടിക്ക് അപ്പുറത്ത് ഒന്നുമല്ല. ഇന്ത്യ മുന്നണി ഈ തവണ അധികാരത്തിൽ വരുമോ? ഉറപ്പായിട്ടും 100% ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണിക്കൊപ്പം, കോൺഗ്രസിനൊപ്പം, UDFനൊപ്പം ഉള്ളതായിരിക്കും. വരും നാളുകളിൽ ഈ രാജ്യത്തിൻ്റെ
തൊഴിലില്ലായ്മ നികത്തുന്നതിന് വേണ്ടി കർഷകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാർഷിക പാക്കേജ് നൽകാൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള സാധാരണക്കാരന് ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും എല്ലാം സ്ത്രീ സുരക്ഷ ഉറപ്പ് കൊടുക്കുന്നതിന് വരെ നേതൃത്വം കൊടുക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. അത് ഇന്ത്യ മുന്നണിയായിരിക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാം. ഈ ആലത്തൂരുകാരുടെ പാർലമെന്റ് ജനങ്ങളോട് എന്താണ്, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആലത്തൂരിലെ പാർലമെന്റിലെ അംഗങ്ങളെ ഞാൻ എപ്പോഴും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ ഈ ചാനൽ കാണുന്ന എത്രയോ ആലത്തൂരുകാരും ആലത്തൂരിനെ സ്നേഹിക്കുന്ന ആളുകൾ അകത്തും പുറത്തും, രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഈ ചാനലിലൂടെ ഈ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴും എനിക്കൊന്നേ പറയുവാനുള്ളൂ, എല്ലാവരുടെയും വലിയ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ ആലത്തൂരുകാരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു എന്താ പറയുക, നാളിതുവരെ എന്നിൽ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം അതിൻ്റെ ഏകദേശം കഴിവിൻ്റെ പരമാവധി അതിനകത്ത് ചേർന്ന് നിന്നുകൊണ്ട് സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും നേടിയെടുക്കേണ്ട ഒരുപാട് സാധ്യതകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മുൻപിലുണ്ട്. വഴിയെ അതെല്ലാം നമുക്ക് നേടിയെടുക്കുന്നതിന് ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുകയാണ്. അതോടൊപ്പം അവസാനമായി പെങ്ങളുടെ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു 2 വരി പാട്ടുകൂടി കൂടെ അവസാനിപ്പിക്കാം. പ്രേക്ഷകർ ഏറ്റവും ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കാതിലാണേൽ കമ്മലില്ല, കഴുത്തിലാണേൽ മലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. രമ്യ ഹരിദാസുമായുള്ള അഭിമുഖങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.